السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ബഹുമാനായ പണ്ഡിതന്മാരെ, കണവന്മാരെ, ഉമറാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ നിമിഷം വലിയ ഭാഗ്യം കിട്ടിയ ആൾക്കാരാണ് നമ്മൾ. 30 ലക്ഷത്തിലധികം ആളുകൾ കോവിഡ് മഹാമാരിയിൽ മരണപ്പെട്ടു എന്നതാണ് അനൗദ്യോഗികമായുള്ള കണക്ക്. ആ കൂട്ടത്തിലാണ്, അതിൽ പെടാതെയാണ് ഈ നിമിഷം, നാളത്തെ നമുക്ക് പറയാൻ പറ്റില്ല, ഈ സമയം നമ്മളിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഭാഗ്യം കിട്ടിയ ആൾക്കാരാണ് നമ്മൾ എന്ന സന്തോഷവും അഭിമാനവും ആ നന്ദിയും പ്രാർത്ഥനയും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഒരു നോമ്പുകാലത്ത് ആയുസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഉദറ ഗോത്രത്തിൽപ്പെട്ട 3 ആളുകൾ വന്ന് വിശ്വാസികളായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിച്ചു. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവരെ ഏറ്റെടുക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു അവരെ ഏറ്റെടുക്കാൻ തയ്യാറായി. ഈ 3 ആളുകളും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിരിക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ജിഹാദിൽ ഫീസബീലില്ലയിൽ പങ്കെടുത്ത് അതിൽ ഒരാൾ ഷഹീദായി. രണ്ടാമത്തെ ആള് കുറച്ചു കാലം കൂടി ജീവിച്ച് മറ്റൊരു ജിഹാദിൽ പങ്കാളിയായി അദ്ദേഹവും ഷഹീദായി. മൂന്നാമത്തെ മനുഷ്യൻ ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം സാധാരണ രൂപത്തിൽ ശയ്യയിൽ കിടന്ന് മരണപ്പെട്ടു. ഒരിക്കൽ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു ഈ 3 ആളുകളെയും തൻ്റെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത. കാരണം അതിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത് ആയിട്ട് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടത് അവസാനം മരണപ്പെട്ട അഥവാ സാധാരണ ശയ്യയിൽ കിടന്ന് മരിച്ച ആളാണ് ആദ്യം സ്വർഗത്തിലെത്തി കണ്ടത്. രണ്ടാമത് സ്വർഗത്തിലെത്തിയത് രണ്ടാമത് ഷഹീദായ ആളും. പിന്നീടാണ് ആദ്യം ഷഹീദായ ആൾ സ്വർഗത്തിലെത്തിയത് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടത്. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് തൻ്റെ ആ ഒരു പ്രയാസം ത്വൽഹ റളിയല്ലാഹു അൻഹു അറിയിച്ചപ്പോൾ മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ ത്വൽഹ നീ ആ കാര്യത്തെ നിഷേധിക്കുന്നത്? എന്തിനാ പ്രയാസപ്പെടുന്നത്? 3ാമത് മരിച്ച ആള് അദ്ദേഹം 1 വർഷം കൂടി അവരെക്കാൾ കൂടുതൽ ആയുസ് ജീവിച്ചിരുന്നിട്ടില്ലേ? അദ്റകഹു റമദാൻ, റമദാനിനെ കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയില്ല. ഫസാമോ, ആ റമദാനിൽ നോമ്പെടുക്കാനും അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയില്ല. പരിശുദ്ധ റമദാനിൽ
ഒരു ആയുസ് ജീവിക്കാൻ കിട്ടുന്നത് ഭാഗ്യം എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അവരെക്കാൾ കൂടുതലായി സ്വർഗത്തിലേക്ക് ഫീസബീലിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഷഹീദായ ആളെക്കാൾ ഉപരി സ്വർഗത്തിലെത്താൻ മാത്രം അല്ലെങ്കിൽ അവരെ മുൻകടക്കാൻ മാത്രം അവരെക്കാൾ ഒരു നോമ്പ്, ഒരു റമദാൻ കിട്ടുകയും അതിൽ നോമ്പെടുക്കാനും ഇബാദത്ത് ചെയ്യാനും അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയില്ലേ എന്നാണ് ഉത്തരസൂക്ഷ്മ ആവശ്യം ചോദിച്ചത്. ആ ഭാഗ്യം കിട്ടിയ ആൾക്കാരാണ് നമ്മളെന്ന സന്തോഷവും അതിനെ ശുക്ർ ചെയ്യാനുള്ളൊരു മനസ്സുമാണ് നമ്മുടെ മനസ്സിൽ ഈ ഘട്ടത്തിൽ ഉണ്ടായത്. അങ്ങോട്ടാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടേക്ക് ചെന്നെത്തുമെന്ന് പറയാൻ നമുക്ക് കഴിയാത്ത രൂപത്തിലുള്ള ഒരു പോക്കിലേക്കാണില്ല. അള്ളാഹു എല്ലാ ആളുകളെയും ഈ മഹാമാരിയിൽ നിന്ന് റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനക്ക് മലക്കളുടെ ആവിയിൽ കിട്ടുന്നു എന്ന ഉറപ്പ് കൂടി നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ആ ഒരു രൂപത്തിലുള്ള ചിന്തയും അള്ളാഹ് തന്ന അനുഗ്രഹത്തിന് ആ രൂപത്തിൽ നന്ദി കാണിക്കാൻ എനിക്കായിട്ടുണ്ടോ എന്ന ഒരു മനസ്സും ആണ് നമുക്ക് സമയത്തുണ്ടായത്. വിശ്വാസിയുടെ നോമ്പ് നമുക്കറിയാം, അള്ളാഹ് നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ് നോമ്പ്. എല്ലാ കർമ്മങ്ങളുടെയും ലക്ഷ്യം അള്ളാഹ് വിശദീകരിച്ചത് റബ്ബിനെ ഓർക്കുക എന്നാണ്. നമസ്കാരത്തെ പറ്റി പറഞ്ഞു അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക. സക്കാത്തിനെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു അംഫിക്കൂലില്ല, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കുക. മാലുള്ള എന്ന് പറഞ്ഞു അള്ളാഹിൻ്റെ ധനം ചെലവാക്കുക. നോമ്പിനെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ, സൂക്ഷ്മതയുള്ളവരായി മാറാനും. ഹജ്ജിനെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു തസവ്വദൂ, നിങ്ങൾ വിഭവങ്ങൾ ഒരുക്കുക. എന്നാൽ ഈ വിഭവങ്ങളിൽ ഏറ്റവും ഹൈറായത് ഹൈറുസാദി തഖ്വ, തഖ്വയാകുന്ന സൂക്ഷ്മതയാകുന്ന വിഭവമാണ് ഏറ്റവും ഹൈർ. അപ്പം എല്ലാ ഇബാദത്തിൻ്റെയും എല്ലാ അമലിൻ്റെയും ലക്ഷ്യം അള്ളാഹുവിനെ ഓർക്കുക എന്നതും റബ്ബിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നോമ്പ് കൊണ്ടും ഉണ്ടാകേണ്ടത് അതാണ് എന്നർത്ഥം. എന്നാൽ മറ്റ് ഇബാദത്തിൽ നിന്ന് വ്യത്യസ്തമായി നോമ്പിന് അള്ളാഹ് തരുന്ന മഹത്തായ പ്രതിഫലം നമുക്കറിയാം. ഞാനാണ് നോമ്പുകാരന് കൂലി കൊടുക്കണതെന്ന്, അന അജിസിബി, ഞാനാണ് അവന് കൂലി കൊടുക്കാൻ. മറ്റു കർമ്മങ്ങൾക്കൊക്കെ കൂലി തരുന്ന അന്ന് തന്നെയാണ്. പിന്നെ എന്താ അതങ്ങനെ പറയാൻ കാരണം? അതിൻ്റെ പ്രാധാന്യമുള്ളതുകൊണ്ട്. എൻ്റെ 2 മക്കളെ അടുത്തിരുത്തി മൂത്തോന് ഫുള്ള് A+ കിട്ടിയപ്പോൾ ഞാൻ പറയും ഓൻ എൻ്റെ മോനാണ്. അപ്പോൾ മറ്റേ മക്കൾ ചോദിക്കും ഞങ്ങളോ? നിങ്ങളെൻ്റെ മക്കളല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഓന് ഫുള്ള് A+ കിട്ടിയതുകൊണ്ട് ഓനൊരു അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നത്. ഇതുപോലെയാണ് നോമ്പിന് ഞാൻ കൂലി തരും എന്ന് അള്ളാഹ് പറഞ്ഞു. അത്രയും പവിത്രമാണ് നോമ്പെന്ന് എന്നർത്ഥം. പക്ഷേ ആ നോമ്പ് അതിൻ്റെതായ അർത്ഥത്തിൽ കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത ഉണ്ട്. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ പറ്റി പറഞ്ഞു മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാർ 70 ഖരീഫ. സ്വഹിയായ ഹദീസാണ്. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാർ, അള്ളാഹ് അവൻ്റെ മുഖത്തെ അല്ല അവൻ്റെ നരകത്തിൽ നിന്ന് അകറ്റും. 70 ഖരീഫ, 70 വർഷം അകലത്തിലേക്ക് അകറ്റും. ഇമാം ബൈഹഖി ഈ ഹദീസിനെ മറ്റു രൂപത്തിൽ പറഞ്ഞു മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും ഒരു ദിവസം അള്ളാഹിന്റെ മാർഗത്തിൽ നോമ്പെടുത്താൽ ജഅലല്ലാഹു ഖദ്ദകൻ ബൈനഹു വ ബൈനൻ നാർ, അവനും നരകത്തിനും ഇടയിൽ അള്ളാഹു ഒരു ഖദ്ദക് ഉണ്ടാക്കും, ഒരു കിടക്കുണ്ടാക്കും. കമാ ബൈന സമാഇ വൽ അർള്, ആകാശവും ഭൂമിയും തമ്മിൽ എത്ര അകലുണ്ടോ അത്രയും അകലത്തിലേക്ക് അവനും നരകത്തിനുമിടയിൽ അള്ളാഹു ഒരു കിടങ്ങുണ്ടാക്കും. അഥവാ ഒരു കാരണവശാലും നരകത്തിലേക്ക് അവൻ പതിക്കൂല. അള്ളാഹു അത്തരം നോമ്പുകാരിൽ നമ്മളെ നോമ്പിനെ ഉൾപ്പെടുത്തുമാറാണ്. ഒറ്റ നോമ്പ് കൊണ്ട് 70 വർഷം അകലത്തിലേക്ക് നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒരു നോമ്പ് കൊണ്ട് ആകാശവും ഭൂമിയും തമ്മിൽ എത്ര അകലുണ്ടോ അത്രയും അകലത്തിലേക്ക് അകറ്റുന്നതാണ് പവിത്രമായ നോമ്പ്.
അപ്പം പിന്നെ നമുക്കൊരു സംശയം ഉണ്ടാവും, എന്നാൽ അങ്ങനെ ആകാണ്ട് ജീവിതത്തിൽ ആകെ 2 നോമ്പേ നോൽക്കേണ്ടി വരുള്ളൂ. കാരണം എന്താ, ആകെ നമുക്കൊക്കെ എന്തായാലും ആയുസ് 140 വയസ്സിനേക്കാളൊന്നും ആയുസ് ഉണ്ടാവില്ല. ഒരു നോമ്പ് കൊണ്ട് 70 വർഷത്തെ പാപത്തിൽ നിന്നല്ലേ നരകത്തിൽ നിന്ന് അകറ്റുമെങ്കിൽ 2 നോമ്പ് കൊണ്ട് തന്നെ ഒരായുഷ്കാലം മുഴുവനുള്ള പാപം അകറ്റാൻ മാത്രം 2 നോമ്പ് കൊണ്ട് നരകത്തിൽ നിന്ന് അകറ്റും. അപ്പോൾ ഒരു കാരണവശാലും നരകത്തിൽ നോക്കില്ല. പിന്നെ ഇതിനാ കുറേ നോമ്പ് നിൽക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇബാദത്തുകൾ ആവർത്തിച്ചു വരുന്നതിൻ്റെ യുക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. പണ്ഡിതന്മാർ ഇപ്പോൾ 5 നേരത്തെ നിസ്കാരം, 17 റക്അത്ത് നിസ്കാരം, നമ്മളോട് അന്ന് പറയാണ്, നിങ്ങൾ ഈ 17 റക്അത്ത് നിസ്കാരം ഒരു രാത്രി 2:30 തിരിച്ചിട്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞാലും അലാറം വെച്ചിട്ട് നീക്കൽ ഇടങ്ങേറാണെങ്കിൽ ആ സമയത്ത് നിസ്കരിക്കാൻ നമുക്ക് സുഖം. 17 കൂടി ഒപ്പം നിസ്കരിച്ചാൽ ബാക്കി പിന്നെ ആ കാര്യം ടെൻഷൻ അടിക്കാൻ വേണ്ട, അതാണ് നമുക്ക് സൗകര്യം. പക്ഷെ അള്ളാഹ് അങ്ങനെ ആക്കിയില്ല. ഓരോ സമയം അങ്ങനെ നിർണയിച്ച് നിന്നിട്ട് ആ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. റസൂൽ ആ സമയം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയും ചെയ്തു. എന്താ അത്, എന്തിനാകും എല്ലാം കൂടി ഒപ്പാണ് പോലെ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബാദത്തുകൾ ആവർത്തിച്ചു വരുന്നതിലൊരു യുക്തിയുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഹാള് നല്ല വൃത്തിയിൽ സൂക്ഷിച്ചു വെച്ചതാണ്, അടച്ചു പൂട്ടി വെച്ചാൽ ഒരു പൊടിയും പടലൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. എന്നാലും ഇപ്പൊ ഇവിടെ ഒരു സാധനം, ഒരു ഖുർആൻ അല്ലെങ്കിൽ ഒരു ബുക്ക് ഇങ്ങനെ വെച്ചിട്ട് വെച്ചോളി, 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് ആ ബുക്ക് ഇങ്ങനെ എടുത്തു നോക്കിയാൽ ആ വെച്ച സ്ഥലം മാത്രം ഇങ്ങനെ വേറെ കാണാം. അതതിൻ്റെ അർത്ഥം. ഇവിടെ ആണ് ഒരു പൊടി പടലും മുഖാൻ ഒരു സാധ്യതയില്ല. എന്നാലും നമ്മൾ കാണാത്ത കുറേ പൊടിപടലം അതിൻ്റെ മേലെ ഇവിടെ അതിൻ്റെ അപ്പുറപ്പുറം വീടുകൊണ്ട് അത് എടുത്താൽ ആ എടുത്ത സ്ഥലം മാത്രം വേറെ കാണും. അഥവാ നമ്മൾ അറിയാത്ത കുറേ പൊടിപടലങ്ങൾ ഉണ്ട് എന്നർത്ഥം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ അറിയാത്ത, നമ്മൾ അത്ര ഗൗരവത്തിൽ കാണാത്ത കുറേ തെറ്റുകുറ്റങ്ങളുണ്ട്. അതെല്ലാം കൂടി ഇങ്ങനെ കൂമ്പാരായി മാറുന്നതിന് പകരം ഓരോ സമയത്തും അത് കഴുകി കളയാനാണ് ഇബാദത്തുകൾ ആവർത്തിച്ചു വരുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞ യുക്തിയാണ്. ളുഹർ നമസ്കരിച്ചു, ളുഹറിൽ ഉളു എടുക്കുന്നതോടുകൂടി തന്നെ ഉളുവിലെ മുഖം കഴുകുന്നതോടുകൂടി കണ്ടുകൊണ്ട് കാണാൻ പാടില്ലാത്ത പാപങ്ങൾ ചെയ്തു പോയാൽ നോക്കിയത് അള്ളാഹ് പുറത്തരും. ഇത് കേൾക്കുമ്പോൾ നമുക്കാർക്കും പരപ്പനങ്ങാടി പോലുള്ളൊരു പ്രദേശത്താണ് പറയുന്നത്, നമുക്കാർക്കും ഒരു സംശയം തോന്നില്ല. എന്ത് തോന്നിയാസം ചെയ്താലും തോന്നിയാസം കണ്ട പോയി ഉളുവെടുത്താലും പാപം പുറത്തരുന്നില്ല, അതിൻ്റെ തെളിവല്ലത്. കുറച്ച് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെറിയ പാപങ്ങൾ, ആ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത പാപങ്ങൾ ഉളുവിൻ്റെ മുഖത്തെ വെള്ളത്തുള്ളി ഉറ്റി വീഴുന്നതോടുകൂടി പുറത്തു വരും. അള്ളാഹു അത്തരം കർമ്മങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കൈകൾ കഴുകുന്നതോടെ കൈയിൻ്റെ വെള്ളത്തുള്ളിയോടുകൂടി നഖത്തിൻ്റെ അടിയിലൂടെ പാപങ്ങൾ കൊഴിച്ചു കളയുന്നത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ പരിചയപ്പെടുക. അല്ലെങ്കിൽ ആ കൈ കൊണ്ട് സ്പർശിക്കാൻ പാടില്ലാത്ത സ്പർശിച്ച പാപം അങ്ങ് പുറത്തരും ഒരു ഒന്നുകൊണ്ട്. കാല് കഴുകി കാലിൻ്റെ വെള്ളത്തുള്ളി ഉറ്റി വീഴുന്നതോടുകൂടി ആ നഖത്തിനടിയിലൂടെ പാപങ്ങൾ പൊയ്ക്കളയുന്നതോടൊപ്പം ആ വെള്ളത്തുള്ളിയോടൊപ്പം കാലുകൊണ്ട് അവൻ നടക്കാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് നടന്ന പാപം അങ്ങ് പുറത്തരും. ഒരു ഒന്നുവിൻ്റെ പ്രാധാന്യം. ഇങ്ങനെ ഒന്നുമെടുത്ത് ശുദ്ധരായി പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് സ്വർഗത്തിൽ 7 കവാടത്തിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള അർഹത ആ ഒന്നുവിൻ്റെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ നേടുകയാണ്. എന്നിട്ട് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച്, അല്ലെങ്കിൽ എത്രയാണ് സുന്നത്തല്ല സുന്നത്തൊക്കെ നിസ്കരിച്ച് ഫർദ് നമസ്കാരം കാത്തുനിന്ന് അതിൻ്റെ ഇടയിൽ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ച് ഫർദ് നമസ്കാരം നിർവഹിച്ച് ളുഹർ നിസ്കരിച്ച് ഒരു പാപമില്ലാതെ നമ്മൾ പുറത്തേക്കിറങ്ങി നമ്മൾ ചങ്ങായിമാരൊക്കെ കണ്ടുമുട്ടി, അല്ലെങ്കിൽ 2 വർത്താനൊക്കെ പറഞ്ഞ് 2-3 ആൾക്കാർ കൂടിയാൽ പിന്നെ വേറൊരാളെ പറ്റി ആ വർത്താനം പറയാം, സ്വാഭാവികമാണ്. അങ്ങനെ അറിയാതെ കുറേ പാപങ്ങളുമായിട്ടാണ് നമ്മൾ പെരേക്കെത്തുന്നത്. വീട്ടിലെത്തി ഭാര്യയോട് എന്തോ സംസാരിച്ച് ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും പറഞ്ഞ് അതാ കിടക്കണ് അന്നത്തെ 100 ദിവസം കൂടിക്കളും. നമ്മളിതെല്ലാം കൂടി അട്ടിയായിട്ട് കുറേ ഉണ്ടാവും വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തുനിന്നിട്ട് ചെല്ലണ്ട്. അങ്ങനെ ആ ളുഹറിൻ്റെ ഇതൊക്കെ അവിടെ പോയിണ്ടാവും. വീണ്ടും അസർ വരികയാണ്. ഈ വന്ന പൊടിപടലങ്ങൾ, പാപങ്ങളുടെ പൊടിപടലം കഴുകിക്കളയാൻ അസർ കഴിഞ്ഞ് വീണ്ടും നമ്മളെ ജീവിത വ്യവഹാരത്തിലേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും കുറേ പൊടിപടലങ്ങൾ, തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാവും. അത് കഴുകിക്കളയാൻ മഗ്‌രിബ്. ഇങ്ങനെ ആവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതുകൊണ്ടായേക്കാം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസറിന് ഇശാഇന് മുമ്പ് നിങ്ങൾ കിടന്നുറങ്ങരുത്, ഇശാഇന് ശേഷം വെറുതെ വർത്താനം പറഞ്ഞിരിക്കരുത്.
കാരണം പിന്നെ കഴുകണമെങ്കിൽ പിന്നെ സുബഹി വേണം. ഇങ്ങനെ ഇബാദത്തുകൾ ആവർത്തിച്ചു വരുന്നതിൻ്റെ യുക്തി ഇതാണ്. ഇങ്ങനെ ഒരാഴ്ചയിൽ ഒരു ദിവസത്തിൽ നമ്മൾ 5 നേരം ഇതേമാതിരി പൊടിയൊക്കെ കഴുകി, എന്നാലും മുക്കിലും മൂലയിലൊക്കെ കാണാത്ത കുറേ പൊടിപടലുണ്ടാവും. അതെല്ലാം കൂടി പാപം കണ്ട പൊടിപടൽ ഒരാഴ്ച ആകുമ്പോൾ കുറേ നേരം കുന്നുകൂടും. അത് കഴുകിക്കളയാനാണ് ജുമുഅ. ഇങ്ങനെ കുറേ 5 നേരം കുറേ ജുമുഅയും കൂടി ഒരു കൊല്ലാവുമ്പോഴേക്കും കുറേ പാപം ഉണ്ടാവും. അത് കഴുകിക്കളയാനാണ് റമദാൻ. ഇതെൻ്റെ വർത്താനല്ല കേട്ടോ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 നേരത്തെ നിസ്കാരം, അൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, വ റമളാനു ഇലാ റമളാൻ, റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, കഫാറത്ത്, അതിനിടെയുള്ള പാപങ്ങൾ പോക്കിക്കളയാനുള്ളതാണ്, വൻ പാപങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ അറിയാതെ വരുന്ന കുറേ പാപങ്ങൾ ഇത് കഴുകിക്കളയാനാണ് ഇബാദത്തുകൾ ആവർത്തിച്ചു വരുന്നത്. ഇതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നോമ്പ് കൊണ്ട് 70 വർഷം അകലത്തിലേക്ക് നരകത്ത് നകറ്റുമെങ്കിൽ പിന്നെന്തിനാ കുറേ നോമ്പ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവ് ഇതിലുണ്ട്. നമ്മുടെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയ മക്കൾ പണ്ടൊക്കെ കളിക്കലുണ്ട് അല്ലെ, നമ്മളൊക്കെ ചെറിയ കുട്ടികളുടെ പാമ്പും കോണിയും കളിക്കും. പാമ്പും കോണിയും കളി മാതിരിയാണ് നമ്മുടെ ഇബാദത്ത്. കയറിയതിനേക്കാളും വേഗത്തിൽ താഴോട്ടിറങ്ങും. ആദ്യം തന്നെ ഇങ്ങനെ കളിച്ച് തുടങ്ങി 1 കിട്ടി, ആദ്യത്തെ കൊട്ടലിൽ 4 നേരെ 36 ഒരു ഏണി, സന്തോഷത്തോടെ ആ ഏണിമ കയറി വീണ്ടും കൊട്ടി 2 കിട്ടി, 38 നേരെ 98 വെക്കും. 3 നീക്കിയിട്ടുള്ളൂ, 2 പോയിന്റ് കൂടി കിട്ടാൻ ജയിക്കാൻ പോകാം. സന്തോഷത്തോടെ സ്റ്റൈലാക്കി ഒരു കൊട്ടുകൂട്ടി, 2 പകരം 1 കിട്ടി, 99 വലിയൊരു പാമ്പിൻ്റെ വായിൽ കുടുങ്ങി ഇക്കളും നേരെ 2 വെക്ക്. ഇതേമാതിരിയാണ് നമ്മുടെ ഇബാദത്ത്. നൂറുസ്കരിച്ച് വീട്ടിലെത്തിയായി പറഞ്ഞ മാതിരി നൂറുസ്കരിച്ച് പെരയിലെത്തി ഉമ്മ പറഞ്ഞ് മോനെ ഇതൊന്നും വാങ്ങിക്കൊണ്ട, നിങ്ങൾക്ക് എപ്പോഴുണ്ട് ഇങ്ങനെ പറയില്ല, അത് കിടക്കണ ഒരാഴ്ചത്തെ ഇക്കളും നേരെ താഴോട്ട്. അസറുസ്കരിച്ച് വീട്ടിലേക്കാണ് വന്നിട്ടുള്ളൂ, അപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പിന്നെ അങ്ങോട്ട് കയറി പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് അതാ കിടക്കണ്. ഉമ്മനോട് തോന്നിയാസം പറഞ്ഞ്, അല്ലെങ്കിൽ ഭാര്യമാരോട് ഇണകളോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിൻ്റെ പേരിൽ ഒരാഴ്ചത്തെ മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതെല്ലാം കൂടി അട്ടിയായിട്ട് കുറേ ഉണ്ടാവും എന്ന് കരുതി ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാം കയറിയതിനേക്കാളും വേഗത്തിൽ താഴോട്ട് ഇറങ്ങിയതുപോലെ ആയിട്ടുണ്ടാവും. ഇത് മേക്കപ്പ് ചെയ്യാനാണ് അള്ളാഹ് ഇതുപോലെ ഇബാദത്തുകൾ തന്നെ. അപ്പോൾ ഒരു നോമ്പ് പോരാ, 2 നോമ്പ് പോരാ, വർഷങ്ങൾ നോമ്പിട്ടാകണം. കാരണം അറിയാതെ വരുന്ന, നമ്മൾ ഗൗരവത്തിൽ കാണാത്ത ഇതുപോലുള്ള പാപങ്ങൾ ഇതുകൊണ്ട് കഴുകിക്കളയണം. ഒരു നോമ്പ് കൊണ്ട് 70 വർഷം അകലത്തിലേക്ക് നരകത്ത് നകറ്റുന്ന, ഒരു നോമ്പ് കൊണ്ട് ആകാശം ഭൂമിയും തമ്മിലുള്ള അകലത്തിലേക്ക് അകറ്റുന്ന നോമ്പാണ് നമ്മൾ നോമ്പാകണമെങ്കിൽ ആ നോമ്പ് നിർബന്ധമായ സാഹചര്യം കൂടി നമ്മുടെ മനസ്സിൽ വരണം. വിശ്വാസിയുടെ നോമ്പ് എന്താണെന്ന് അറിയണമെങ്കിൽ ആ നോമ്പ് നിർബന്ധമായ സാഹചര്യം കൂടി മനസ്സിൽ വരണം. നമുക്കറിയാം, ഹിജ്റ 2-ാം വർഷമാണ് നോമ്പ് നിർബന്ധമായത്. മുത്തറസൂലും സഹാബത്തും മക്കയിൽ 13 കൊല്ലം കഴിച്ചുകൂട്ടി. 13 കൊല്ലം ചില്ലറ പ്രയാസമല്ല, ചില്ലറ ത്യാഗമല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബന്റെ അരികിൽ ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് നമുക്കറിയാവുന്ന പോലെ, ചരിത്രത്തിൽ നിന്ന് വായിച്ച പോലെ, പ്രവാചകന്റെ അരികിലേക്ക് ഒരു രൂപം ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. എന്താ രൂപം എന്ന് പറയാൻ കാരണം അറിയോ? ഒരു മനുഷ്യന്, മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വിശ്വാസിയായി എന്നതിൻ്റെ പേരിൽ യജമാനത്തി കൊല്ലപ്പടി ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അബൂജഹലിന്റെ കിങ്കരന്മാരും ചെയ്ത് ശരീരത്തിൽ പന്തം വെച്ച് കെട്ടി തീ കൊടുത്തിട്ട് ആ കത്തിക്കരിഞ്ഞ ശരീരവുമായിട്ട് കത്തിക്കരിഞ്ഞ മാംസത്തുണ്ടുകളും വീടുകൊണ്ട് രക്തം ഉറ്റിറ്റ് വീടുകൊണ്ട് മുത്തറസൂലിൻ്റെ അരികിലേക്ക് വന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാ അള്ളാന്റെ റസൂലേ അള്ളാന്റെ സഹായം ഉണ്ടാകുക? നിങ്ങളല്ലേ പറയല് അള്ളാഹ് സഹായിക്കുന്നു, എപ്പോഴാ നബിയെ അള്ളാഹിന്റെ സഹായം ഉണ്ടാകാന്ന്? ഏത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നബിയെ നിസ്തിരി ചുളിഞ്ഞു എന്നല്ല, നബിയന്റെ വിയർപ്പ് കുറെ ഒഴുകിപ്പോയി എന്നല്ല, നബിയന്റെ തൊണ്ട പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ടല്ല, ശരീരത്തിൽ നിന്ന് രക്തവും മാംസവും ഉറ്റിറ്റ് വീണുകൊണ്ട് കത്തിക്കരിഞ്ഞ ശരീരത്തിന്റെ കത്തിക്കരിഞ്ഞ ഭാഗങ്ങൾ വേദനയോടെ റസൂലിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, എപ്പോഴാ അള്ളാന്റെ റസൂലേ അള്ളാന്റെ സഹായം ഉണ്ടാകാം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞത്, വളരെ പെട്ടെന്ന് അങ്ങോട്ട് സ്വർഗത്തേക്ക് പോകാമെന്ന് കരുതണ്ട,
നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് വന്നു ഭവിച്ച ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്ന വരെ പെട്ടെന്ന് അങ്ങോട്ട് സ്വർഗത്തേക്ക് പോകാന്നാണോ നിങ്ങൾ വിചാരിക്കണത് എന്നാണ്. ആരോടാ ചോദിച്ചതെന്നും കൂടി നമ്മൾ നോക്കണേ. ഈ ഹബ്ബാബിൻ അറത്ത് റളിയല്ലാഹുവിന്റെ കൂടെ സ്വർഗത്തേക്ക് പോകാൻ എന്താണ് നമ്മളെടുത്തുള്ളത് എന്നതിൻ്റെ ഉത്തരമാകണം നമ്മുടെ നോമ്പ്. അതിൻ്റെ ഉത്തരമാകണം നമ്മുടെ ഈ ഇരുത്തം. അതിൻ്റെ ഉത്തരമാകണം നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണം. അതിൻ്റെ ഉത്തരമാകണം കൈകാലുകൾക്ക് വേദനയുണ്ടായിട്ടും ദീർഘനേരം രാത്രി നിന്ന് നമസ്കരിച്ചത്, കണ്ണിനുറക്കം ബാധിച്ചിട്ടും ഓതി തീർക്കണം എന്ന് ചിന്തയിൽ ഓതിയത്. അതിൻ്റെ ഉത്തരാകണം. എന്തുമായിട്ട് നമ്മൾ പോവുക എന്ന ചിന്ത നമ്മൾ ഉണ്ടാകണം. അവിടെയാണ് നമ്മൾ ഈ ഇബാദത്ത് മുന്നേറാൻ കഴിയുക. ഇങ്ങനത്തെ ത്യാഗം സഹിച്ച 13 കൊല്ലം മക്കയിൽ കഴിച്ചുകൂട്ടി. പക്ഷെ അള്ളാഹ് അന്ന് നോമ്പ് നിർബന്ധാക്കിയില്ല. അബൂ താലിബ് കുന്നിൻ ചെരുവിൽ പ്രവാചകനും സഹാബത്തും ബഹിഷ്കരിക്കപ്പെട്ട് കഴിച്ച കാലം തിന്നാനൊന്നുമില്ലാതെ ഇലകൾ ഭക്ഷിച്ചിട്ട് ചരിത്രം പറയുന്നുണ്ട്. മുത്തറസൂലും സഹാബത്തൊക്കെ ആടൊക്കെ കാഷ്ടിക്കുന്ന രൂപത്തിലായിരുന്നു കാഷ്ടിച്ചു വരുന്നത്. പട്ടിണിയിൽ അത്രത്തോളം പട്ടിണി ലോകത്ത് അനുഭവിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. പക്ഷേ അന്ന് ആ പട്ടിണി കിടന്ന കാലത്ത് അള്ള നോമ്പ് നിർബന്ധാക്കിയില്ല. ഒന്ന് സമാധാനത്തോടെ അള്ളാന്റെ മുന്നിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ ഒന്നും വേണ്ട. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുജൂദ് അള്ളാന്റെ മുന്നിൽ സമാധാനത്തോടെ ചെയ്യാൻ അവസരം ഒരിക്കില്ല. ഇനി മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബക്കരികിൽ സുജൂദ് ചെയ്യുമ്പോ അബൂജഹൽ പറഞ്ഞു, നമുക്കറിയാം ഇനി എങ്ങാനും മുഹമ്മദ് ഇവിടെ തലകുത്തിയാൽ ചീചളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടിടുന്നു പറഞ്ഞു. മുക്കാമുശിക്കൾ ഇങ്ങനെ നോക്കി നിൽക്കെ മഹാനായ അബൂബൈദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മക്കാമുശിരിക്കൾ നോക്കി നിൽക്ക. ഉത്തരസൂല് നിന്നും അറിയാതെ വന്ന് കഅബക്കരികിൽ സുജൂദ് ചെയ്തപ്പോ ദിവസങ്ങൾക്ക് വറുത്തെടുത്ത ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിലേക്കിട്ട് തല പൊക്കാനാകാതെ സുജൂദ് കിടന്ന് അള്ളാന്റെ റസൂല് പ്രയാസപ്പെട്ടപ്പോ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊന്നാര മകൾ ഓടി വന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് ആ കുടൽമാല വലിച്ചെടുത്തതും നോക്കി നിൽക്കെ ഞാൻ അശക്തനായിരുന്നു, ഞാൻ ദുർബലനായിരുന്നു, എനിക്കൊന്നും ചെയ്യാനായില്ല. അങ്ങനെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരും ശപിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. ആ പ്രവാചകൻ ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് 7 ആളുകളെ പേരെടുത്ത് പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി ഹിഷാം ബിൻ അബൂ. അങ്ങനെ ഓരോരുത്തരെ ഉത്ബയും ഷൈബയും അബൂജഹലും അടക്കമുള്ള 7 ആളുകളെ റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി ഒരാളുടെ പേര് അതിലെനിക്ക് ശങ്കയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ 7 ആളെ പ്രാർത്ഥിച്ചു. മഹാനായ ഈ സംഭവം പറയുന്നത് മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ 7 ആൾക്കാരും ബദറിൽ കൊല്ലപ്പെടുകയും അവിടെ ശരീരം ആ കിണറിലേക്ക് വലിച്ചെറിയുന്നതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അള്ളാന്റെ റസൂലിന്റെ പ്രാർത്ഥന സ്വീകരിച്ച കാര്യം പറഞ്ഞ കൂട്ടത്തിലാണ് ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒന്ന് സമാധാനത്തോടെ അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പോലും സ്വാതന്ത്ര്യം അവർക്കുണ്ടായിട്ടില്ല. അങ്ങനത്തെ 13 കൊല്ലം മക്കയിൽ കഴിച്ചു കൂട്ടിയിട്ട് അള്ള എന്താക്കിയില്ല, നോമ്പ് നിർബന്ധാക്കിയില്ല. അവസാനം മക്ക വിട്ട് മദീനയിലേക്ക് പോരാൻ അള്ളാഹു അനുമതി കൊടുത്തു. ഒരു നാട് വിട്ടു പോകുമ്പോഴുള്ള പ്രയാസം ഒക്കെ അറിയല്ലോ. ഒരു നാട് വിട്ടു പോകുമ്പോഴുള്ള പ്രയാസം അല്ലേ? മക്ക രോഗവും പ്രയാസമൊക്കെ ഉണ്ടായി. അവർക്ക് ശാരീരികമായ പനി പിടിച്ചു, പ്രയാസങ്ങളുണ്ടായി. അങ്ങനെ മദീനത്ത് സമാധാനത്തോടെ നമസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനൊക്കെ അവർക്ക് സൗകര്യം ഒക്കെ കിട്ടി. പക്ഷെ എന്നാലും ഓല മനസ്സിൽ വല്ലാത്ത ത്യാഗം സഹിച്ച് 2 കൊല്ലം അഥവാ 13ഉം 2ഉം ത്യാഗത്തിന്റെ 15 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അള്ളാഹ് അവരോട് ഇനി കിടക്കുന്ന ഒരു കാര്യമല്ല നോമ്പ്. മറിച്ച് ഈ ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതാണ് വിശ്വാസിക്ക് ഞാൻ ആ നോമ്പിന് കൂലി തരുന്ന അള്ളാഹ് പറഞ്ഞ നോമ്പ്. ഞാൻ അവനക്ക് കൂലി കൊടുക്കും എന്ന് പറഞ്ഞില്ലേ, ആ നോമ്പാണത്. ഇത് കിട്ടാൻ മാത്രം ശുദ്ധാണോ നമ്മൾ എന്നാണ് നോമ്പ് ദിനങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഇല്ലെങ്കിൽ നന്നാക്കണം എന്നാണ്. എങ്ങനെ? നോമ്പിന്റെ മുമ്പ് തന്നെ നമ്മുടെ സ്ത്രീകൾ വീട്ടിന്റെ മുഴുവൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലേ? നനച്ചുളി ഒക്കെ കഴുകി വൃത്തിയാക്കി, ഒന്നും ബാക്കിയാതില്ല. പള്ളിയൊക്കെ വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്തു.
പക്ഷെ അതുകൊണ്ട് മാത്രം നോമ്പ് മതിയാകും, പോരാ. നമ്മുടെ ഹൃദയവും കൂടി ശുദ്ധിയാകുമ്പോഴേ നോമ്പ് നിർബന്ധം. അതാണ് അള്ളാഹ് പറഞ്ഞത്, കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ എന്ന് പറഞ്ഞത് ആ തഖ്വയാണ് നോമ്പോട് കിട്ടേണ്ടത്. അതിനെന്താണോ നമ്മളങ്ങോട്ട് കഴുകണം. ഇവിടൊക്കെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കഴുകണം. അതാണ് വിശ്വാസക്ക്. അപ്പോഴാ വിശ്വാസിന്റെ നോമ്പാവും. ഹജ്ജിന് എനിക്ക് നറുക്ക് കിട്ടിയപ്പോൾ വല്ലാത്ത സന്തോഷമായി. ആ നറുക്ക് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഒരു കഥ. എനിക്കൊരു ഇക്കാക്കുണ്ട്. ആ അക്കാക്കും ഞാനും തമ്മിൽ മുണ്ടിയിട്ട് 25 കൊല്ലായി. എന്തിനാ വെച്ചാൽ ചെറിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെന്ന് അതിങ്ങനെ മൂർത്ത് എല്ലും കൂടി മൂർധന്യത്തിലായി. ഞങ്ങൾ അങ്ങോട്ട് മിണ്ടാതായി. പരസ്പരം ഒരു പരിപാടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കെടുക്കാത്ത രൂപത്തിൽ അത്രയും അകന്നു പോയി. ഹജ്ജിന് നറുക്കിട്ടി ഞാൻ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം കയറിയത്, റബ്ബേ 2-3 ലക്ഷം ഉറുപ്പിക എനിക്ക് ചിലവാണ്. ഇത് വെറുതെ കളയാൻ പറ്റൂല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൻ്റെ നേരെ മുന്നേ കാക്കൻ്റെ വീട്, കാക്കൻ്റെ ഗേറ്റ് തുറന്ന് നേരെ കാക്കൻ്റെ വീട്ടിലേക്ക് കയറാൻ പോയി. എൻ്റെ ഭാര്യയും മക്കളും വിചാരിച്ച് പഠിച്ചോനെ എന്തോ പിരാന്തായോ, എങ്ങട്ടാ ഈ പോട് വിളിച്ച് ചൂന്ന് പറഞ്ഞ് വിളിച്ച്. ഞാൻ നോക്കാതെ നേരെ കയറി ഇക്കാക്കൻ്റെ വീട്ടിലെ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഓനിങ്ങോട്ട് വരുമ്പോൾ കയറിയിട്ട് കെട്ടി അങ്ങോട്ട് പിടിച്ച് പൊട്ടിക്കരഞ്ഞോട് പറഞ്ഞു, ഇക്കാക്കെ ഞാനും ഇങ്ങളും തമ്മിൽ കുറേ പ്രശ്നമുണ്ട്, എന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ അത്രയും തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഹജ്ജിന് നറുക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഹജ്ജിന് പോകണം, ആ ഹജ്ജ് ശരിയാകണമെങ്കിൽ കാക്കേ നിങ്ങൾ എനിക്ക് പുറത്തു തരണം, അല്ല ഞാൻ എൻ്റെ ഹജ്ജ് അള്ളാൻ്റെ അടുത്ത് കബൂലാവൂല, എൻ്റെ പൈസ വെറുതാവും, അതുകൊണ്ട് ഒന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ ചെയ്തു പോയ അബദ്ധം കുറേയുണ്ട്, അതൊന്നും ഇനി പറയരുത്, ഒക്കെ എനിക്ക് പൊരുത്ത് തന്നെന്ന് പറയണം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചങ്ങോട്ട് കരയാൻ തുടങ്ങി. എന്നെ പോലെ കിബിറില്ലാത്ത എൻ്റെ കാക്കൻ്റെ മനസ്സലിഞ്ഞ് ഈ കാക്കൻ്റെ തലോടിയിട്ട് പറഞ്ഞ്, എടാ എനിക്ക് എന്നോട് ഒന്നുമില്ലടാ, എനിക്കങ്ങനെ എന്നെ വെറുക്കാൻ കഴിയ എന്ന് ചോദിച്ചു. എൻ്റെ കാക്കയും പൊട്ടിക്കരഞ്ഞു. എൻ്റെ വീട്ടുകാരും കാക്കൻ്റെ വീട്ടുകാരും കണ്ട നാട്ടുകാരും എല്ലാവരും കരഞ്ഞുപോയി. കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് സന്തോഷത്തോടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അങ്ങനെ തിരിച്ചു പോരണം, എന്നാലേ എൻ്റെ ഹജ്ജ് അള്ളാഹ് കബൂലാക്കും, ഉറപ്പാ. അങ്ങനെ കഴിയാലേ എൻ്റെ ഹജ്ജ് അള്ളാഹ് കബൂലാക്കും. എന്നാൽ എൻ്റെ ഹജ്ജിന് കൂലി തരുന്ന അള്ളാഹ്, ആ അള്ളല്ലേ ഞാൻ നിസ്കരിക്കുന്ന 5 നേരത്തെ നിസ്കാരത്തിന് കൂലി തരുന്നത്, ആ റബ്ബല്ലേ എൻ്റെ നോമ്പിന് കൂലി തരുന്നത്, ആ റബ്ബ് എന്നല്ലേ എൻ്റെ സക്കാത്തിനും എൻ്റെ സ്വതക്കക്കും എൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണത്തിനും ദിക്റിനും പ്രതിഫലം തരുന്നത് അതേ അള്ളല്ലേ. എപ്പോഴെങ്കിലും എനിക്ക് തോന്നിയോ നിസ്കരിക്കാൻ അങ്ങനെ പോകുമ്പോൾ എൻ്റെ കാക്ക പുറത്തു കൂടെ വരുന്ന കണ്ടപ്പോൾ ജ്യേഷ്ഠനെ കണ്ടാൽ മിണ്ടേണ്ടി ഒന്ന് കരുതി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തു കൂടെ പോകാൻ തോന്നി എനിക്ക്. എൻ്റെ നിസ്കാരത്തിന് കൂലി വേണ്ടേ, എൻ്റെ നിസ്കാരത്തിന് കൂലി വേണ്ടേ, എൻ്റെ സ്വതക്കത്തിന് കൂലി വേണ്ടേ? എൻ്റെ നോമ്പ് കട വന്നപ്പോൾ റമദാൻ നോമ്പ് വരാണ്, റബ്ബേ ഒക്കെ കഴുകി വൃത്തിയാക്കി ആ കൂട്ടത്തിൽ എൻ്റെ കാക്കനോടുള്ള അപരാധം കൂടി പറഞ്ഞ് വൃത്തിയാക്കിയാലേ എൻ്റെ നോമ്പ് എനിക്ക് ഞാൻ കൂലി തരുമെന്ന് പറഞ്ഞ നോമ്പാകുള്ളൂ എന്നെനിക്ക് തോന്നിയില്ലെങ്കിൽ, ആ തോന്നലുണ്ടെങ്കിൽ വിശ്വാസിയുടെ നോമ്പായി മാറും. അങ്ങനത്തെ ഒരു മാറ്റം നമുക്ക് നോമ്പ് കൊണ്ടുണ്ടാകണം എന്നർത്ഥം. അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടാകണം. ഈ ഒരു കഴുകൽ, ഈ ഒരു ശുദ്ധീകരണം, അതാണ് നോമ്പ് കൊണ്ട് അള്ള ഉദ്ദേശിച്ചത്. ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ തഖ്വ, അതാ അള്ള ഉദ്ദേശിച്ചത്. അല്ല വേറെ ഒരു പറന്നിറങ്ങണ തഖ്വല്ല. എന്താ ഹജ്ജായപ്പോ 3 ലക്ഷം ചെലവാകുമെന്ന് തോന്നിയോണ്ട് മാത്രം ഒരു പൊരുത്തപ്പെടിക്കലായോ? എന്നാ ഇതൊന്നും ചെയ്യാൻ പണം ചെലവാക്കാൻ കഴിയാത്തവർക്ക് അള്ളാഹ് സ്വർഗ്ഗം കൊടുക്കൂലേ? ഓൽക്ക് നിസ്കാരം അതുപോലെ ഉള്ളതല്ലേ? ഒരു ജുമക്ക് പോകുമ്പോ അതേപോലെ പോണെനിക്ക് എന്തേ
ഇതുപോലെ പൊരുത്തപ്പിടിക്കാൻ കഴിയാഞ്ഞത് എന്തോ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ആ ക്ലിയർ ആക്കലാണ്. അപ്പോഴേ നമ്മുടെ നോമ്പും നമസ്കാരവും അള്ളാന്റെ അടുത്ത് എത്തുള്ളൂ. അതാ അള്ളാഹ് പറഞ്ഞത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. വെറുക്കപ്പെട്ടതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് നമസ്കാരം മനുഷ്യനെ തടയും എന്ന് പറഞ്ഞത്. അഥവാ നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരാളെപ്പറ്റി ഗീബത്ത് പറയാൻ തോന്നുന്നുവെങ്കിൽ ആ നിസ്കാരം അള്ളാന്റെ അടുത്ത് അത്ര അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നർത്ഥം. നോമ്പ് കഴിഞ്ഞ് നോമ്പ് പറഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാളെ കണ്ട് മൂന്നാമത്തെ ഒരാളെ പറ്റി പറയാൻ തോന്നിയെങ്കിൽ നമ്മളെ നോമ്പ് ആ പറഞ്ഞ ലാലക്കും തത്തക്കൂൽ എത്തിയിട്ടില്ലേ എന്ന് നമ്മൾ സംശയിക്കണം എന്നർത്ഥം. സക്കാത്തും സാക്കിയൊക്കെ കൊടുത്ത് തീർത്ത് വരുമ്പോഴാ മറ്റവനെ കണ്ടേ ഓനങ്ങനെ ഓനിങ്ങനെ എന്ന് പറയാൻ തോന്നിയെങ്കിൽ എന്തോ ഒരു പോരായ്മയിലുണ്ട് എന്നർത്ഥം. ഇത് വൃത്തിയാക്കല വിശ്വാസി ഓരോ വിവാദത്തോടും ചെയ്യേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, കയറിയതിനേക്കാളും വേഗത്തിൽ താഴോട്ടിറങ്ങുന്ന രൂപത്തിൽ നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെട്ടു പോകും. അതിനെ സൂക്ഷിക്കണം. അതുകൊണ്ടാ തഖ്വ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹ് ഇത്തഖൂ എന്ന് കൂട്ടിച്ചേർത്തത് 3 കാര്യത്തിലാണ്. വേറെ ഉണ്ടാവാം. പ്രധാനമായും ഖുർആൻ ഇങ്ങനെ പരിശോധിച്ചാൽ ഇത്തഖൂ എന്ന് കൂട്ടിച്ചേർത്തത് അള്ളേറ്റ ഇത്തഖുല്ലാ, ഒന്ന് അള്ളേറ്റാ കൂട്ടിച്ചേർത്തത്. മറ്റൊന്ന് വത്തഖുന്നാർ, നരകത്തങ്ങൾ സൂക്ഷിക്കണം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഖിയാമത്ത് നാളേറ്റാ കൂട്ടിച്ചേർത്തത്. ചിലരുടെ കാര്യം അത് നമ്മൾ നോമ്പ് കൊണ്ട് കിട്ടേണ്ട തഖ്വ, ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ തഖ്വ അള്ളാഹ് കൂട്ടിച്ചേർത്തത് ഒന്ന് അള്ളേറ്റ, 2 നരകയിറ്റ, വത്തഖുന്നാർ 3 ഖിയാമത്തുയിറ്റ. നമ്മളെടുക്കണ വിശ്വാസിന്റെ നോമ്പേ ഈ അള്ളാനെ സൂക്ഷിക്കാൻ, നരകത്തെ ഭയപ്പെടാൻ, ഖിയാമത്തിനെ ഓർമ്മിക്കാൻ കഴിഞ്ഞെങ്കിലേ നമ്മുടെ നോമ്പാകുള്ളൂ. അല്ലെങ്കിൽ വെറും പട്ടിണി മാത്രം ബാക്കിയായ നോമ്പായി മാറും എന്ന പേടി. അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ നോമ്പ് നമ്മൾ മനസ്സിന് സ്ഥൈര്യം നൽകുന്നതും കൂടിയാണ്. മനസ്സിന് കരുണ നൽകുന്നതാ. മനസ്സിന് ഇമ്പുണ്ടാക്കണം. നമുക്ക് വല്ലാത്ത പ്രയാസത്തില. അപ്പം ഞാൻ നിങ്ങളൊക്കെ ഇരിക്കണം വല്ലാത്ത പ്രയാസത്തിലാണ്. കൊറോണ നമുക്ക് ആ രൂപത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ വരുമെന്നൊരു ചിന്ത, അറിയാത്ത ലക്ഷണങ്ങൾ പോലും ഇല്ലാത്ത രൂപത്തിൽ മരണം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അള്ളാഹു എല്ലാ ആളുകൾക്കും അള്ളാഹു ശമനം നൽകട്ടെ, രക്ഷയും സമാധാനവും അള്ളാഹു നൽകട്ടെ. ഈ കൊറോണയുടെ മഹാമാരി റബ്ബേ, അതിൻ്റെ അണുക്കളെ നീ ലോകത്തുനിന്ന് ഇല്ലാതാക്കണം റഹ്മാനെ, എന്നാലേ രക്ഷയുള്ളൂ. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുക ചെയ്യേണ്ടത്. നമുക്ക് വരരുതേന്ന് മാത്രമല്ല, അങ്ങനെ ആയാലേ രക്ഷയുള്ളൂ. കാരണം പരസ്പരം ഒന്ന് നോക്കാൻ, പരസ്പരം ഒന്ന് കാണാൻ, ഒന്ന് ചിരിക്കാൻ, ഒന്ന് പരസ്പരം ഒന്ന് ഇടപഴകാൻ പോലും കഴിയില്ല. അടുത്തടുത്ത് നിന്ന് നിസ്കരിച്ചിനി നമുക്ക് അകന്നു പോകാണ്. ഒരു പക്ഷെ മനസ്സും അതിൻ്റെ കൂട്ടത്തിൽ അകന്നു പോകുന്നുണ്ടോ നമ്മൾ ഭയപ്പെടണം. ഇങ്ങനത്തെ സമയത്ത് നമുക്ക് മനസ്സിന് സമാധാനം തരേണ്ടതാകണം നോമ്പ്. ഇതും ഞാൻ വെറുതെ പറഞ്ഞല്ല. മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാം, മറിയം ബീവിക്ക് അള്ളാഹു ഔദാര്യമായി കൊടുത്തതാണ് മഹാനായ ഈസാ അലൈഹി സ്വലാമിനെ. വിവാഹിതയല്ലാത്ത അവസ്ഥയിൽ കൊടുത്തു. സൂറത്ത് മറിയമിൽ അള്ളാഹു അത് ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ചെറുപ്പക്കാരിയായ മറിയം ബീവി ഗർഭിണിയായി തൻ്റെ ഗർഭത്തിൻ്റെ വേദനയും പ്രയാസം സഹിക്കുന്ന സമയത്ത് മറിയം ബീവി പറഞ്ഞു പോണൊരു വർത്താനുണ്ട് ഖുർആനിൽ. ലൗ കുന്തു മിത്തു ഖബ്ല ഹാദാ, ഞാൻ ഇതിനു മുമ്പൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ. വെറുതെ പറഞ്ഞതല്ല. കാരണം നാളെ ഈ ഗർഭം ചുമന്ന ആളുകൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ, ആ കുഞ്ഞിനെടുത്ത് ചെല്ലുമ്പോൾ, മറിയമേ എൻ്റെ ബാപ്പ നല്ലതേനി, ഉമ്മ നല്ലതേനി, ഇക്കാക്കാരും കുടുംബമൊക്കെ നല്ലതേനി, ഈ ആകെ നാറ്റിച്ചല്ലോ, ഈ നശിപ്പിച്ചല്ലോ എന്ന് പറയണേ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇതാണ് അവളുടെ ചാരിത്രശുദ്ധി. മറ്റതൊക്കെ ഒരു സഹിക്കും. ഈ ചാരിത്രശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്ന രംഗം. അതുകൊണ്ട് പ്രയാസപ്പെട്ട് മറിയം ബീവി പറഞ്ഞു പോയത്, ഞാൻ ഇതിനു മുമ്പൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ, ആളുകൾക്കിടയിൽ നിന്ന് വിസ്മരിക്കപ്പെട്ടവളായി ഞാൻ തീർന്നിരുന്നെങ്കിൽ എന്ന് പ്രയാസം കൊണ്ട് മറിയം ബീവി അലൈഹിസ്സലാം പറഞ്ഞുപോയി. അള്ളാഹു ആ സമയത്ത്
അല്ല, കുറച്ചും കൂടി മറിയമ്മ കുറച്ചും കൂടി ആയത്തിന് കഴിഞ്ഞ് അള്ളാഹ് ഒരു ആശ്വാസം കൊടുക്കുന്നുണ്ട്. മറിയമേ, ഈ ആ മരം പിടിച്ചിങ്ങനെ കുലുക്ക്, എന്നിട്ട് അതിന് കിട്ടുന്ന ഈത്തപ്പഴം അത് നീ തിന്നോ, കുലി നീ തിന്നോ, വഷ്റബി നീ കുടിച്ചോ. അതുപോലെ നീ കൺകുളിർമയുള്ളതാണ്. ആരെങ്കിലും നിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്തെങ്കിലും വർത്താനം പറയുകയാണെങ്കിൽ വല്ലാത്തൊരു പെണ്ണാട്ടോ, എന്താ അവൾ എങ്ങനെ പോയത് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവരോട് നീ പറയാ കൂലി ഇന്നീ നദർതു ലിർറഹ്മാനി സൗമാ, ഞാൻ എൻ്റെ റബ്ബിന്, റഹ്മാനായ റബ്ബിന് ഞാൻ നോമ്പ് എടുത്തിരിക്കുകയാണ്. ആ നോമ്പ് പട്ടിണി കിടക്കാൻ നോമ്പല്ല കേട്ടോ. അതിന് ശേഷം പറയുന്നുണ്ട് ഞാൻ ഇന്നൊന്നും പറയൂല, ഞാൻ എൻ്റെ റഹ്മാനായ റബ്ബിന് നോമ്പ് എടുത്തെന്ന് ഞാൻ പറഞ്ഞ ആളാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാനസിക പ്രയാസം ഉണ്ടായ ഒരു അവസരത്തിന് ആ പ്രയാസത്തിന് അള്ളാഹ് കൊടുത്ത പരിഹാരമാണ് ഞാൻ നോമ്പെടുത്ത് എന്ന് പറഞ്ഞ ആളാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംഘർഷം ലഘൂകരിക്കാൻ അള്ളാഹ് തന്ന ഏർപ്പാടാണ് നോമ്പ്. ആ നോമ്പാണോ നമ്മുടെ നോമ്പ്? അങ്ങനെയാകണം വിശ്വാസിയുടെ നോമ്പ്. അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് കച്ചറക്ക് വരുന്നവരോടും എന്താ പറയുന്നത്, ഇനി സ്വായിമൻ, ഞാൻ നോമ്പുകാരൻ കേട്ടോ. ഇതിൻ്റെ അർത്ഥം എന്താ? ഞാൻ എപ്പോൾ നോമ്പുകാരനാണ്, ഈ വൈകുന്നേരം കണ്ടു നല്ലോ പറഞ്ഞു തരാന്നാ? അല്ലല്ലോ, അങ്ങനെ നമ്മൾ പറയല്ലോ. ഇപ്പം ഞാൻ നോമ്പ് വെച്ചിട്ട് ഈ വൈകുന്നേരം കണ്ട് വന്നു, വൈകുന്നേരം നോമ്പ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കും മുട്ട, അതല്ലല്ലോ അതിൻ്റെ അർത്ഥം. അത് പറയാൻ കഴിയാൻ വിശ്വാസിക്കണം. കാരണം ഓന് എന്ത് പ്രയാസം ഉണ്ടായാലും ഞാൻ നോമ്പെടുത്തിടല്ലോ, എനിക്ക് നോമ്പുണ്ടല്ലോ. അതൊരു മനക്കരുത്താകണം, മനപ്രയാസത്തിലുള്ള ത്വാക്കത്താകണം, ഉത്തരാകണം നമ്മുടെ നോമ്പ്. നിങ്ങൾ ആലോചിക്കി, സ്ത്രീകൾക്ക് പെട്ടെന്നറിയാം ആ മറിയം ബീവി അലൈഹി ഇസ്ലാമയുടെ ആ സമയത്തുള്ള അവരുടെ മാനസിക അവസ്ഥ ഒന്ന് ആലോചിക്കാൻ കഴിയാത്തൊരവസ്ഥ. മരിച്ചു പോയെങ്കിൽ പറഞ്ഞു പോയത് വെറുതെ അല്ല, അത്ര പ്രയാസം സഹിച്ച അവർക്ക് അള്ളാഹ് കൊടുത്ത ആ സമാധാനത്തിനുള്ള മാർഗമാണ് കൂട്ടരേ നോമ്പ്. അതാണ് വിശ്വാസിന്റെ നോമ്പ്. ഈ സമാധാനം നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ടോ? ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അറിയോ? അള്ളാഹ് നമുക്ക് തന്ന അനുഗ്രഹത്തിന്റെ വലുപ്പം കൂടി അറിയണം. ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടതാകാം, വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിലൊരു മുഫ്തിയോട് അദ്ദേഹം ക്ലാസ് എടുക്കാൻ, തസഹറൂ ഇന്ന ഫിസ് സഹൂരി ബർക്ക, നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴത്തിൽ ബർക്കത്തുണ്ട്, സമയമായാൽ നോമ്പ് തുറക്കണേ, കാത്തു നിൽക്കരുത്, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നവന്റെ നോമ്പാണ് നോമ്പ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അത്താഴത്തിന്റെ മഹിമയും സമയമായാൽ നോമ്പ് തുറക്കാനുള്ള കാര്യവും. ആ സമയത്ത് ഒരു സോമാലിയക്കാരനായ ചെറുപ്പക്കാരൻ, പട്ടിണി രാജ്യത്തുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തോട് ഗൗരവത്തിൽ കാര്യത്തിൽ എണീറ്റ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ ആദ്യം ചോദിച്ച ചോദ്യം അറിയാം? ഒരുപക്ഷെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ദൃശ്യം, ഒരുപക്ഷെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ. ചോദിച്ച ചോദ്യം എന്താ അറിയാം? തുടർച്ചയായി അത്താഴം കഴിക്കാതെ, തുടർച്ചയായി നോമ്പ് തുറക്കാതെ നോമ്പെടുത്താൽ നോമ്പ് ശരിയാകുമോ എന്ന ചോദ്യം. കാരണം എന്താ? വെറുതെ മാഞ്ഞാളം ചോദിച്ചല്ല, നോമ്പ് തുറക്കാനൊന്നുമില്ല. തൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്ക് നോമ്പ് തുറക്കാനൊന്നുമില്ല, അത്താഴം കഴിക്കാനോ ഒന്നുമില്ല. അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്ന് കേട്ടപ്പോ ആ ബർക്കത്തിന്റെ നാട്ടുകാർക്ക് എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് പേടി. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം എന്ന് പറയുമ്പോൾ നോമ്പ് തുറക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ച് ആ ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ കുറച്ചു നേരം ഞാൻ സ്തംഭിച്ചു നിന്ന് തൻ്റെ 2 കൈപ്പടങ്ങളും മുഖത്തേക്ക് അമർത്തി കണ്ണീര് തുടച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോയ സൗദിയിലൊരു മുഫ്തിയുടെ ചിത്രം കണ്ടിട്ടുണ്ട് നമ്മൾ. റോഹിംഗ്യയിലെ മുസ്ലിങ്ങൾ ഇന്നും അതേ അവസ്ഥയിലാണ്. നമ്മൾ ബാങ്ക് തലങ്കനും വലങ്കനും ബാങ്ക് കേൾക്കാം, അത്താഴത്തിന് എന്ത് കഴിക്കുമെന്ന ശങ്കയിലാണ് നമ്മൾ. നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളുടെ ആധിക്യം കൊണ്ട് എന്ത് തിന്നണമെന്ന സംശയത്തിലാണ് നമ്മൾ. ഈ റോഹിംഗ്യയിലെ മുസ്ലിങ്ങൾ നാളെ അള്ളാന്റെ കോടതി വന്നിട്ട് ചോദിക്കും, റബ്ബേ
ഞങ്ങൾക്കൊന്ന് നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യണമെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കാനുള്ള സൗകര്യം കിട്ടട്ടെ റബ്ബേ. ഒന്ന് നിന്റെ ഓർക്കാൻ നിന്റെ പേര് പറയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേനി റബ്ബേ. അതുകൊണ്ട് കയ്യണമായിരി ഞങ്ങൾ ചെയ്തിട റബ്ബേ. കൊണ്ട റബ്ബേ സ്വർഗം എന്ന് പറയുമ്പോ കാരുണ്യവാനായ അനീതി കാണിക്കാത്ത റബ്ബ് അവർക്ക് സ്വർഗം കൊടുക്കുമ്പോൾ എന്തുമായി അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകും എന്ന ചോദ്യത്തിന്റെ ഉത്തരമാകണം വിശ്വാസികളെ നമ്മുടെ നോമ്പ്, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്ത്. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ രൂപത്തിൽ, ഈ പറഞ്ഞ സമാധാനം കിട്ടുന്ന നോമ്പായി നമുക്ക് നമ്മുടെ നോമ്പ് മാറണമെങ്കിൽ അള്ള തന്ന അനുഗ്രഹത്തിന്റെ വലുപ്പം നമുക്ക് തിരിച്ചറിയണം. അപ്പോഴേ നമ്മളെ നോമ്പ് ആ രൂപത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയൂ. എന്തൊക്കെ തന്നിട് നമുക്ക് എന്ന് ചിന്ത. മഹാനബി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ലോകത്തിന്റെ തിരുദൂതർ ഒരു വചനം ഇങ്ങനെ അവർക്കറിയുന്ന ഒരു വചനത്തെ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. പട്ടിണിയും പരിവട്ടും പ്രയാസമുള്ള സമയത്ത് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് ഓരോരുത്തർക്കും തന്ന അനുഗ്രഹത്തെ പറ്റി അള്ളാഹിന്റെ കോടതിയിൽ നിന്ന് ചോദിക്കും. ഇതിങ്ങനെ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വല്ലാത്തൊരവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി എണീറ്റത് അള്ളാഹിന്റെ റസൂലിനോട് ചോദിച്ച്, അയ്യോ നിഅ്മത്തുല്ലനാ യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ മുത്ത് റസൂലേ എന്ത് അനുഗ്രഹത്തെ പറ്റി ചോദിക്കാനാണ് ഞങ്ങളോട്? ഒന്ന് മക്കയിൽ ഞാനുള്ള സമയത്തെ എൻ്റെ മുഖം കണ്ട പേടിയെല്ലാവർക്കും ഉക്കാള ചന്തയിൽ പൂക്കിനെ ഞാൻ എൻ്റെ മുന്നിൽ ആരും നേരെ നിൽക്കില്ല. ഞാൻ വിശ്വാസിയപ്പോൾ ആ ജനിച്ച നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ ഞാനും പോന്നു നബി. എങ്ങോട്ട്? ജനിച്ച നാട്ടിൽ അള്ളാഹിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പോലും കഴിയാത്ത ഞങ്ങളോട് എന്ത് ചോദിക്കാനാ നബിയെ? അഹ്ലുസുഫക്കാരായ 70ഓളം ആൾക്കാർ 80ഓളം ആൾക്കാർ മദീനത്തെ പള്ളിയിലെപ്പുണ്ട്. ഓരോ നോക്കിയിട്ട് പറയാം, പട്ടിണിയായ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഈ പട്ടിണി പാവങ്ങളോട് എന്ത് നിയമത്തിനെ പറ്റി ചോദിക്കാനാ നബിയെ? മഹാനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ നിങ്ങൾ പറഞ്ഞത് ശരിയാ, പട്ടിണിയും പരിവട്ടും പ്രയാസം ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് അന്ന് അങ്ങനെ മക്കയിൽ ജീവിച്ചപ്പോൾ സമാധാനത്തോടെ സുജൂദ് ചെയ്യാൻ പോലും കഴിയാത്ത സമയത്ത് മക്ക വിട്ട് മദീനയിലേക്ക് പോരാൻ അള്ളാഹ് അനുമതി തന്നില്ല. ഉമറേ പോരണ വൈലങ്ങൾ തിന്നാനും കുടിക്കാനും ഒന്നുമില്ല ഇനി, എന്നാലും അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ തെളിനീര് അല്പൊക്കെ നിങ്ങൾ കുടിച്ചിട്ടില്ല ഉമറേ? പോരണ വയ്യിൽ സുഖമായി തണുത്ത കാറ്റുകൊണ്ട് നിങ്ങൾ പോന്നിട്ടില്ല ഉമറേ? മരത്തിൻ്റെ തണൽ അവിടെ ഇവിടെയൊക്കെ ഇല്ലേ ഉമറേ? അതൊക്കെ ആസ്വദിച്ചിട്ടല്ലേ പോകുന്നത് ഉമറേ എന്നിങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ മഹാനെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതൊക്കെ അനുഗ്രഹമാണെങ്കിൽ നിഅ്മത്ത് ധാരാളം ഞങ്ങൾക്ക് കിട്ടിയത് നബിയെ. ഇതൊക്കെ അല്ലാഹ് ചോദ്യം ചെയ്യണ ഇബാദത്താണെങ്കിൽ അനുഗ്രഹമാണെങ്കിൽ ഞങ്ങൾക്ക് ധാരാളം കിട്ടിയത് നബിയെ. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നമ്മളാണ് ആ സദസ്സിലെങ്കിൽ എന്തൊക്കെ അനുഗ്രഹത്തെ പറ്റിയായിരിക്കും അള്ളാഹ് നമ്മളോട് ചോദിക്കാമെന്ന് ആലോചിക്കാൻ നിങ്ങൾ. എന്തൊക്കെ ആയിരിക്കും നമ്മളെ പെരയുള്ള വിഭവങ്ങളെ പറ്റി, നമ്മുടെ വസ്ത്രങ്ങളെപ്പറ്റി, ഒരുക്കത്തെപ്പറ്റി എന്തൊക്കെ ആയിരിക്കും അള്ളാഹ് ചോദിക്കാം? ആലോചിച്ച് നോക്കി. ഈ നിഅ്മത്ത് തിരിച്ചറിഞ്ഞാലേ യഥാർത്ഥ രൂപത്തിലുള്ള നോമ്പിലേക്ക് ഇബാദത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയൂ എന്ന് ഉറപ്പ്. അതാണ് നമ്മളുണ്ടായത്. ഇത് നമ്മൾ ഉണ്ടാകുമ്പോൾ റബ്ബിലേക്ക് മടങ്ങാനുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടാവും. ആ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോകേണ്ടവനാണ്, ഞാൻ പോകും എന്നൊരു ഉറപ്പുണ്ടാവും. അപ്പൊ എന്ത് പ്രയാസം പ്രതിസന്ധി ഉണ്ടായാലും ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയും. ദീനിന്റെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു കരുത്ത് നമുക്ക് കിട്ടും. അതാണ് നോമ്പ് കൊണ്ട് കിട്ടുന്ന കരുത്ത്. അതാ നോമ്പ് കൊണ്ട് കിട്ടുന്ന കരുത്ത്. സഹബത്തൊക്കെ ആ രൂപത്തിലല്ലേനോ? ബദർ നടന്നത് നോമ്പ് കാലത്താണ്. എവിടുന്ന് അത് കിട്ടിയ ഊർജം? ആ കിട്ടുന്ന ഊർജം അതുണ്ട് എന്നുള്ള ഉറപ്പാണ്. നമ്മളെപ്പോഴും പറഞ്ഞിട്ടില്ലേ, ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു, മഹാനെ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിക്ക് ഒരു ദിവസം വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വല്ലാത്ത ഇഷ്ടമാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അറബിയൊക്കെ ശൈലിയുണ്ട്, കെട്ടിപ്പിടിച്ച് അങ്ങനെ തടവും പുറം ഇങ്ങനെ തടവിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിങ്ങനെ നിറയാൻ തുടങ്ങി.
ബിലാൽ നേതാവിൻ്റെ ശരീരത്തേക്ക് കണ്ണീരിച്ച് വീണപ്പോൾ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉമർ നേതാവുണ്ട് കരയുന്നത്. ലിമ തബിക്കിയ ഉമർ, എന്തിനാ ഉമറെ കരയുന്നത്? അത് ബിലാലെ, എൻ്റെ ശരീരം തടവിയപ്പോൾ പാറപ്പുറം പോലെയുള്ള ശരീരം, കയമയായ ശരീരം, അന്ന് ഞാനടക്കള മുശ്രിക്കൾ നിങ്ങളെ പീഡിപ്പിച്ച കാലം ഓർമ്മ വന്നു ബിലാലെ. അന്ന് ഭാരമേറിയ പാറക്കല്ല് ശരീരത്തിൽ വെച്ചിട്ട് ശരീരത്തിൽ നിന്ന് ചാട്ടവാറ് കൊണ്ട് അടിച്ചപ്പോൾ ചോരയും മാംസകഷ്ണം തെറിച്ചു വീണിന്റെ സമയത്ത് എങ്ങനെ പ്രയാസം സഹിച്ചപ്പോൾ കൈഫ സ്വബർത്തയാ ബിലാൽ, എങ്ങനെ ബിലാലെ നിങ്ങൾക്ക് ക്ഷമിക്കാനായത്, സഹിക്കാനായത്? വെറുതെ കണ്ണീര് തുടച്ചിട്ട് ബിലാൽ ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഉത്തരാകണം, ബഹുമാന്യരെ ഞമ്മക്കും പറയാനുള്ള ഉത്തരം. അന്ന് മുശ്രിക്കുകൾ എന്നെ ഉപദ്രവിച്ചപ്പോൾ എൻ്റെ ശരീരത്തിൽ കനൽ വെച്ച് തീ കൊടുത്തപ്പോൾ, കനൽ കത്തിച്ചപ്പോൾ എൻ്റെ ശരീരത്തിലെ ചോരയും നീരും ഉറ്റി വീണിട്ടായിരുന്നു ആ കനൽ കരിഞ്ഞു പോയി. അന്ന് എങ്ങനെ എനിക്ക് ക്ഷമിക്കാനായിരുന്നോ? എൻ്റെ ഹൃദയം നിറച്ചു, എൻ്റെ കൽബിൽ നിറച്ചു, എൻ്റെ അള്ളേനി, എൻ്റെ റബ്ബായിരുന്നു എൻ്റെ ഹൃദയം, മനസ്സ് നിറച്ചു. ഇങ്ങനൊന്ന് പറയാൻ നമുക്ക് കഴിയോ? പ്രതിസന്ധി പ്രയാസം ഉണ്ടാവുമ്പോൾ, ബുദ്ധിമുട്ടിക്കുമോ, എന്തേ റബ്ബൻ്റെ എങ്ങനെയെന്ന ചോദ്യത്തിലേക്കാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അവിടെ എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന് പറയാനുള്ളൊരു കരുത്ത് നമുക്ക് കിട്ടുമ്പോൾ അത് കിട്ടേണ്ടതാണ് ഈ ഭാഗത്ത് കൊണ്ട് നോമ്പുകൊണ്ട്. ആ ഒരു കരുത്ത് കിട്ടണം, ആ ഒരു വിശ്വാസം നമുക്ക് കിട്ടണം. അതാ വിശ്വാസിക്ക് നോമ്പുകൊണ്ട് കിട്ടേണ്ടത്. അതുകൊണ്ടാ അള്ളാഹു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തഖ്വ കൂട്ടി പറഞ്ഞത് അള്ളാഹിട്ടാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം ഉറപ്പിക്കാന്നുള്ളത്. ഇത്തഖുല്ലാഹ്. അതുപോലെ കഠിനമായ നരകത്തെ പറ്റിയുള്ള ബോധം, നരകത്തിന്റെ വത്തക്കുന്നാർ, നരകത്തങ്ങൾ ഭയപ്പെടാന്ന് പറഞ്ഞ ആ ഭയപ്പാടിലേക്കുള്ള ചിന്ത. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബാക്കൾ ഇബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒരു യാത്രയിലാണ്. നല്ല ചൂടുള്ള സമയത്ത്, ശക്തമായ ചൂട് അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹം യാത്രയിലാണ്, കൂട്ടുകാരുടെ കൂടെയുള്ള യാത്രയിൽ, മദീന മലഞ്ചെരുവിലൂടെയുള്ള യാത്ര. ഉച്ചനേരം ളുഹ്റൊക്കെ നമസ്കരിച്ച് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു തണലെത്തിയിരിക്കുകയാണ്. അപ്പം അതിലൂടെയുണ്ട് ഒരു ആട്ടിടയൻ, ശരീരം ദുർബലമായ ഒരു ആട്ടിടയൻ, കുറേ ആട്ടിൻപറ്റങ്ങളുമായിട്ട് ഇങ്ങനെ പോകുന്നു. മഹാനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം, തിന്നിട്ട് കുറേ ദിവസമായി എന്ന് തോന്നുന്ന രൂപത്തിലുള്ള അവസ്ഥ. അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. നമ്മുടെ കൂടെ വാ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. അദ്ദേഹം ഇല്ല, ഞാൻ വരില്ല. ഉണ്ടാകൂലെന്ന് കരുതിയിട്ടാണ് വരാത്തത് കരുതിയിട്ട് ഒരാളുടെ ഒരു ഭക്ഷണം 4 ആളുകൾക്ക് വിതരണം ചെയ്യാന്നൊക്കെ അറിയല്ലോ. 3 ആളത് 4 ആൾക്ക് തിന്ന. അതുകൊണ്ട് വാത് വീണ്ടും ക്ഷണിച്ചപ്പോൾ അദ്ദേഹം മടിയോടെ വീണ്ടും വിസമ്മതിച്ചു. വീണ്ടും വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി സ്വാഇമ്, ഞാൻ നോമ്പുകാരൻ, ഞാൻ സുന്നത്ത് നോമ്പ് എടുത്തിട്ടുണ്ട്. അത് പറയാനുള്ള വിഷമം കൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്. മുത്തബിയു സുന്ന എന്ന് പറയപ്പെട്ട സഹാബിയാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ആ പേര് വരാൻ കാരണം അദ്ദേഹം ഇങ്ങനെ പോണ സമയത്ത് ചില സ്ഥലത്ത് എത്തിയാൽ ഇരിക്കും. എന്തേ അബ്ദുള്ള ഇവിടെ ഇരിക്കുന്നത്, മുത്തറസൂൽ ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിരിക്കും. ചില സ്ഥലത്ത് സ്പീഡിൽ നടക്കും, എന്തേ മുത്തറസൂൽ ഇവിടുന്ന് വേഗത്തിൽ നടക്കണേ ഞാൻ കണ്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് മുത്തബിയു സുന്ന എന്ന പേര് വന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. മുത്തബിയു സുന്നയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ ആട്ടിടയനോട് ചോദിച്ചു, ഇന്ന് ഈ ദിവസം അൻത വഹദക, നിങ്ങളൊറ്റക്ക്, ലിഹാറുൻ ഷദീദ്, ഇത്രയും ശക്തമായ ചൂടുള്ള ഈ ദിവസം നിങ്ങളൊറ്റക്ക്, അതും ഈ ഒഴിഞ്ഞ ഈ പ്രദേശത്ത് ഈ ആട്ടിൻപറ്റങ്ങളോടൊപ്പം നിങ്ങൾ നോമ്പെടുക്കുകയെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി, നരകത്തിൻ്റെ ചൂട് ഇതിലും ഭയാനകമാണ്.
ആ നരകത്തിന്റെ ചൂടിന്ന് രക്ഷപ്പെടാൻ എന്നിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഓരോ ദിവസങ്ങളോട് ഞാൻ മത്സരിക്കാണ്. എപ്പോഴാ എൻ്റെ ആയുസ് അവസാനത്തെ ഇത് എനിക്കറിയില്ല. അതുകൊണ്ട് നരകത്തിന്റെ ചൂട്, നാറു ജഹന്നമ അശദ്ദു ഹർറ, നരകത്തിന്റെ ചൂട് ഭയാനകാണ്. ആ നരകത്തിന്റെ ചൂടിൽ അകപ്പെടാതിരിക്കാൻ എന്നിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ദിവസങ്ങളോട് ഞാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ ചിന്ത. അതാണ് വത്തഖുന്നാർ. അള്ളാഹ് നോമ്പ് കൊണ്ടുണ്ടാകേണ്ട തഖ്വയെ കൂട്ടിച്ചേർത്ത് പറഞ്ഞത് നരകത്തിനെ സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞ ഈ ചിന്ത. അത് പൂർത്തിയാവുമ്പോഴേ നമ്മുടെ നോമ്പ് അള്ളാന്റെ അരികിൽ സ്വീകാര്യമായ വിശ്വാസമുള്ള നോമ്പായി മാറുമെന്നർത്ഥം. ഇനി അള്ളാഹു കൂട്ടിച്ചേർത്ത് മറ്റൊന്ന് ഖിയാമത്തുമായിട്ടാണ്. അള്ളാഹുലേക്ക് മടങ്ങിപ്പോകുന്ന ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുക എന്ന് പറഞ്ഞ ഭയപ്പെടുന്ന ദിവസം, നമ്മൾ മാത്രം ഉണ്ടാകുന്ന ദിവസം, നമ്മൾ മാത്രം ഉണ്ടാകുന്ന ദിവസം. നമുക്കറിയാം, അപ്പോഴും എന്ന് പറഞ്ഞ കാര്യം, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, മുത്തറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്കറിയുന്ന സംഭവം, പലപ്പോഴും സൂചിപ്പിച്ച സംഭവം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മുത്തറസൂൽ പറഞ്ഞു, ആയിഷ ഒന്ന് പതുക്കെ ഒന്ന് ഉറങ്ങണം, ഒന്ന് ഇങ്ങനെ മയങ്ങണം തോന്നുന്നു, എവിടെ കിടക്കുക? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ ആ മൂലക്കലൂടെ പോയി കിടന്നോളി എന്ന് പറഞ്ഞില്ല സഹോദരിമാരെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ നിങ്ങൾ കിടക്കാനും കേട്ടാൽ പോണെന്താ ഇവിടെ കിടന്നോളി പറഞ്ഞ് എൻ്റെ മടി കാണിച്ചു കൊടുത്തു. അതാണ് ഇണയും തുണയും. ഭാര്യയും ഭർത്താവല്ല, ഇണയും തുണയുമാണ്. ഇണയും തുണയുമാകുമ്പോൾ അങ്ങനെ കഴിയാം. നമ്മൾ ഭാര്യ തായും ഭർത്താവ് വലിയ അങ്ങനത്തെ അല്ല. ഇവിടെ കിടന്നോളി നബിയെ എന്ന് പറഞ്ഞു. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുക. മുത്തറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലമുടിയിലൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈകൾ ഇങ്ങനെ തലോടിച്ചു. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുഖത്തിൽ ഇങ്ങനെ ഉറങ്ങിപ്പോയി, മയങ്ങിപ്പോയി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റക്കായി. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ആയിഷ ബീവിന്റെ കണ്ണ് നിറഞ്ഞു. കണ്ണീര് തിരുദൂതരുടെ മുഖത്തേക്ക് ഉറ്റി വീണാൽ മുത്തറസൂൽ ഉണരുന്ന് കരുതി ആയിഷ റളിയല്ലാഹു അൻഹ കണ്ണീര് തുടച്ചു. പക്ഷെ നിയന്ത്രിക്കാനാകാതെ കണ്ണീര് മുത്തറസൂലിന്റെ തിരുമുഖത്തേക്ക് ഉറ്റി വീണു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ കണ്ണുയർത്തി നോക്കിയപ്പോണ്ട് ആയിഷ ബീവി കരയുന്നു. ചോദിച്ചു, ലിമ തബ്കി ആയിഷ, എന്തിനാ ആയിഷ കരയുന്നത്? എൻ്റെ ശരീരത്തിന്റെ ഭാരം താങ്ങാവുന്നതിൽ അപ്പുറമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ പോരെ ആയിഷ, ഞാൻ എണീറ്റ് വരൂലോ, എന്തിനാ കരയുന്നത് ആയിഷ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതിനൊന്നല്ല ഞാൻ കരഞ്ഞ്, മറിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് ഉറങ്ങിയപ്പോൾ ഞാൻ ഒറ്റക്കായി. ഞാനിങ്ങനെ ഒറ്റക്കായപ്പോൾ ദക്കർത്തുൽ-ആഖിറ, ഞാൻ പരലോകം ഒന്ന് ഇങ്ങനെ ഓർത്തു പോയി. നബിയെ, നിങ്ങളെനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, എൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങളില്ലാ ജീവിക്കുന്നതിനെ പറ്റി ആലോചിക്കാനും കൂടി എനിക്ക് കഴിയില്ല. മുത്തറസൂലെ, ഞാനും നിങ്ങളൊക്കെ മരിച്ച് പരലോകത്തെത്തിയാൽ അവിടെ ഫഹൽ തദ്കുറു അഹ്ലക യൗമൽ ഖിയാമ, ഈ ആയിഷനെ, ഈ കുടുംബത്തിനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് നബിയേന്ന് ചോദിച്ചു. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ നിന്ന് പതുക്കെ തലയുയർത്തിയിട്ട് ലോകത്തോടായി പറയാൻ വേണ്ടി പഠിപ്പിച്ചു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവൻ തന്നെയാണ് സത്യം. ഫീ സലാസതി മവാളിഅ ലാ യദ്കുറു അഹദുൻ ഇല്ലാ ബിനഫ്സിഹി, 3 സന്ദർഭങ്ങളിൽ ഒരാളും സ്വന്തം ശരീരത്തെ അല്ലാതെ ഓർക്കൂല ആയിഷ. ഏതാ 3 സന്ദർഭം? അതാണ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങിപ്പോകേണ്ട ആ ദിവസത്തെ സൂക്ഷിക്കാതെ തഖ്വനൊക്കെ ചേർത്ത് പറഞ്ഞില്ലേ, ആ ദിവസം ഏതാണ് ആ 3 സന്ദർഭം? ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ആയിഷ, നാളെ പരലോകത്ത് നമ്മുടെ നന്മയും തിന്മയും മീസാനിൽ തൂക്കുന്ന സമയത്ത്, മീസാനിൽ എത്തുന്ന സമയത്ത്, എങ്ങനെ അതിൻ്റെ രൂപം നമുക്കറിയില്ല, ആ മീസാനിൽ നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് ആയിഷ, അവിടെ നിന്നെ എന്നല്ല ഒരാൾക്കും ഒരാളെ ഓർമ്മ ഉണ്ടാവില്ല ആയിഷ. റബ്ബേ, ഒരു സുബ്ഹാനല്ലാഹ് കൂടി പറഞ്ഞില്ലെങ്കിൽ, ഒരു അൽഹംദുലില്ലാഹ് കൂടി പറഞ്ഞില്ലെങ്കിൽ, എന്ത് ചിന്തിച്ചു പോണേ, നന്മയുടെ ഭാഗത്ത് കനം തൂങ്ങിയില്ലെങ്കിൽ ചിന്തിച്ചു പോണ സമയത്ത് ആയിഷ ഒരാൾക്കും ഒരാളെയും ഓർമ്മ ഉണ്ടാവില്ല ആയിഷ.
രണ്ടാമത്, നമ്മുടെ നന്മയും തിന്മയും രേഖപ്പെടുത്തിയ ഏടുകൾ അള്ളാഹു നമ്മുടെ കരങ്ങളിൽ തരുമ്പോൾ അള്ളാഹു വലത് കൈയിൽ ഗ്രന്ഥം കിട്ടുന്നവരിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ സമയത്ത് ആയിഷ അവിടെ ഓർമ്മ ഉണ്ടാവില്ല. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറ. ഇതെന്തൊരു ഗ്രന്ഥാറമ്പേ, ചെറുതും വലുതൊന്നും നിന്ന് പോയിട്ടില്ലല്ലോ. എൻ്റെ ഉപ്പ എന്നെ പഠിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചെൻ്റെ മൊബൈല്, ആ മൊബൈലിൽ ഞാൻ കാണാൻ പാടില്ലാത്തത് കണ്ടതല്ലേ റബ്ബി കടന്നു വരുന്നത്. ഇപ്പനി ഞാൻ പറ്റിച്ചതല്ലേ റബ്ബി കടന്നു വരുന്നത്. ആരും കാണാതെ ഞാൻ ഉണ്ടാക്കിയ ഫിത്തനല്ലേ റബ്ബി വരുന്നത്. ഇതെന്ത് ഗ്രന്ഥ റബ്ബേ എന്ന് ചോദിക്കുന്ന സമയത്ത് ആയിഷ അവിടെയും ആ ഗ്രന്ഥം കയ്യിൽ കിട്ടുന്ന സമയത്ത് ഒരാൾക്കും ഒരാളെയും ഓർമ്മ ഉണ്ടാവില്ല ആയിഷ. മൂന്നാമത് സ്വറാത്ത്, നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ബന്ധങ്ങളുടെ പവിത്രതക്കനുസരിച്ച്, നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ സിറാത്തിനെങ്കിൽ നമ്മൾ എത്തപ്പെടുന്ന സമയത്ത് ആയിഷ അവിടെയും ഒരാൾക്കും ഒരാളെയും ഓർമ്മ ഉണ്ടാവുക ആയിഷ. ബഹുമാനിനെ, ഈ നമുക്കൊറ്റയ്ക്ക് നേരിടാനുള്ള ഈ നിമിഷം പത്തക്കൂ യൗമൻ, അതാണ് ആ ദിവസത്തെ ഓർക്കുക. അപ്പൊ അള്ളാനെ, നരകത്തെ, ഈ പരലോകത്തെ ഇത് ഓർക്കുന്നതുമായി കൂട്ടിച്ചേർത്ത്, സൂക്ഷിക്കാതെ കൂട്ടിച്ചേർത്ത് അള്ളാഹ് പറഞ്ഞതാണ് ആ തഖ്വയാണ് ലഅല്ലകും തത്തഖൂൻ, നോമ്പ് കൊണ്ട് നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം എന്ന് പറഞ്ഞത്. അതിലേക്ക് നമ്മൾ മാറിയെങ്കിലേ നമ്മുടെ നോമ്പ് വിശ്വാസിയുടെ നോമ്പായി മാറുള്ളൂ എന്നർത്ഥം. ഇത് കിട്ടണ എന്ത് വേണം? നേരത്തെ പറഞ്ഞ പോലെ മനസ്സിന്, ഒരു ശരീരത്തിന് മാത്രം നോമ്പുണ്ടായ പോരാ. നമ്മുടെ നാവിന് നോമ്പ് വേണം, നമ്മുടെ കണ്ണുകൾക്ക് നോമ്പ് വേണം, നമ്മുടെ മനസ്സിന് നോമ്പ് വേണം, നമ്മുടെ ചെവിക്ക് നോമ്പ് വേണം, നമ്മുടെ കൈകൾക്ക് നോമ്പ് വേണം, നമ്മുടെ കാലുകൾക്ക് നോമ്പ് വേണം. എങ്ങനെ ഇതിനൊക്കെ നോമ്പുണ്ടാകുക? അതൊക്കെ ഉണ്ടാക്കേണ്ടതാരാ? നമ്മൾ തന്നെ. നോമ്പൊക്കെ നിർബന്ധാക്കി, ഖുർആൻ ഇറക്കിയെന്ന കാരണത്താലാണ് നോമ്പ് നിർബന്ധമായത് ആ മാസം. അപ്പോൾ നമ്മുടെ കൈകൾക്കും ശരീരത്തിനും ഒക്കെ നോമ്പ് വേണം. ഒന്നാമതായി നാവിന് നോമ്പ് വേണ്ടത് ഖുർആൻ ഇറങ്ങി എന്ന കാരണത്താലാണ് നോമ്പ് നിർബന്ധമായത്. എങ്കിൽ ആ ഖുർആനാണ് നോമ്പിൻ്റെ കാതല്, കാമ്പ്. അത് കിട്ടണം. അതെങ്ങനെ കിട്ടുക? ആ ഖുർആൻ കേട്ടിട്ട്, ഖുർആൻ പഠിച്ചിട്ട്, ഖുർആൻ ഓതിയിട്ട്, ഖുർആൻ ക്ലാസ്സുകൾ പങ്കെടുത്തിട്ട്, ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ട്, ഖുർആൻ വേറെ ആരെയും കേൾപ്പിച്ചു കൊടുത്തിട്ട്, ഖുർആൻ ശ്രദ്ധിച്ചിട്ട്, അങ്ങനെയാണ് നമുക്ക് കിട്ടുക. അങ്ങനെയാണ് നമുക്കത് കിട്ടേണ്ടത്. അത് കിട്ടുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലാഹ് ഖുർആൻ ഇറക്കി റമദാൻ മാസത്തിൽ. ഖുർആൻ ഇറങ്ങിയ രാത്രി ലൈലുൻ മിൻ അൽഫി ഷഹർ ഖൈറുൻ മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠം. ഖുർആൻ ഇറങ്ങിയ രാത്രി 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠം. ഖുർആൻ ഇറങ്ങി എന്ന കാരണത്താൽ ഒരു മാസം നോമ്പുണ്ടായി. അപ്പൊ ആ ഖുർആൻ എത്ര ശ്രേഷ്ഠ! ഇത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ നോമ്പ് നോമ്പായിട്ടില്ല. നമ്മുടെ നോമ്പ് നോമ്പായിട്ടില്ല എന്നർത്ഥം. ഖുർആനുമായി ബന്ധപ്പെടാത്ത ഒരു നോമ്പുകാരൻ ഉണ്ടാകരുത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പറഞ്ഞ കൂട്ടത്തിൽ ഖുർആൻ പറഞ്ഞു. നോമ്പും ഖുർആനും പരലോകത്ത് ഹാജറാവും. എന്നിട്ട് ശുപാർശ പറയും, ഷഫാഅത്ത്. എന്താ ഖുർആൻ പറയാ? റബ്ബേ, ഓന് പ്രയാസം ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടേനി, ക്ഷീണും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടേനി, എന്നിട്ടും അവൻ എന്നെ പാരായണം ചെയ്തു റബ്ബേ, കൊടുക്ക് റബ്ബേ സ്വർഗം. നോമ്പ് പറയും, പട്ടിണി കിടന്നു അവൻ എനിക്ക് വേണ്ടി, നിനക്കും നിന്റെ പ്രീതി ആഗ്രഹിച്ച്. ക്ഷീണും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് ആ പട്ടിണിക്കിടയിൽ അവൻ്റെ ഇബാദത്തും നമസ്കാരമൊക്കെ നടത്തി നിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാ റബ്ബേ, അതുകൊണ്ട് കൊടുക്ക് റബ്ബേ സ്വർഗം. ഇത് ശുപാർശ പറയാൻ യോഗ്യത, ഖുർആൻ ശുപാർശ പറയുന്ന യോഗ്യത നമുക്കുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് ഒന്നാമതായി നോമ്പിൽ നമ്മൾ ഉണ്ടാകേണ്ടത്. അതുതന്നെയാണ് നാവിൻ്റെ നോമ്പും ഖുർആൻ ഓതലും ഖുർആൻ പാരായണം ചെയ്യലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതൊക്കെയാണ് നാവിൻ്റെ നോമ്പ്. കൂടാതെ നല്ലത് പറയാം, ദിക്റുകൾ ഉണ്ടാകുക, ജീവിതത്തിൽ ഉണ്ടാകുക, ചീത്ത പറയാതിക്കുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തറസൂലി ഇരിക്കുന്ന വേദിയിൽ ഒരു മനുഷ്യൻ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്ന് അബൂബക്കർ റളിയല്ലാഹുവിനോട് സംസാരിച്ച്
ചീത്ത പറയാൻ തുടങ്ങി. ചീത്ത എന്ന് പറഞ്ഞാൽ ചീത്തയോട് ചീത്ത, കേൾക്കുന്ന ആൾക്ക് ദേഷ്യം പിടിച്ചു പോകുന്ന രൂപത്തിലുള്ള ഭയാനകമായ ചീത്ത പറയാൻ തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു ഒന്നും പറഞ്ഞില്ല. ഇയാൾ വിടില്ല. ഇയാളിത് ഇങ്ങനെ കടുപ്പം കൂട്ടിയപ്പോൾ സഹികെട്ട് അബൂബക്കർ റളിയല്ലാഹു തിരിച്ച് ചെറിയൊരു വർത്താനം തിരിച്ചു പറഞ്ഞു. റസൂൽ ഇത് കേൾക്കുന്നുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു തിരിച്ചവിടെ പറഞ്ഞപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ അബൂബക്കർ റളിയല്ലാഹു മുഖത്തേക്ക് ഇങ്ങനെ രൂക്ഷമായി നോക്കി അവിടുന്ന് എണീറ്റങ്ങനെ പോയി. ഏതായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഇനി നല്ലോണം പറയാതെ വിചാരിച്ച് എവിടാ കട അങ്ങനെ വേവിക്കാം. ഏതായാലും നബി ഉള്ളോണ്ടേ അതുവരെ പിടിച്ചത് എവിടൊക്കെ ഇറങ്ങി നല്ലോണം പറയും. മഹാനായ അബൂബക്കർ റളിയല്ലാഹു ആ മനുഷ്യനൊന്നും നോക്കിയില്ല. മുത്ത് റസൂൽ എണീറ്റ് പോണ കണ്ടപ്പോൾ ബേക്കിൽ പാഞ്ഞി പിടിച്ച് അള്ളാന്റെ റസൂലേ, ആ മനുഷ്യൻ്റെ ഇങ്ങനെ കഠിനമായി മോശമായി പറഞ്ഞപ്പോൾ നിങ്ങളൊന്നും ചെയ്തില്ല, നിങ്ങളൊന്നും പറഞ്ഞില്ല. ഞാനൊന്ന് സഹികെട്ട് തിരിച്ച് ചെറുങ്ങനെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ദേഷ്യം പിടിച്ച് കോപിഷ്ടമായ അവസ്ഥയിൽ പോയി നബിയെ. എന്താ നബിയെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അബൂബക്കറെ, അദ്ദേഹം നിന്നെ ചീത്ത പറഞ്ഞപ്പോൾ നീ ക്ഷമ അവലംബിച്ചപ്പോൾ തിരിച്ചു പറയാതിരുന്നപ്പോൾ അക്ക മലക്ക്, നിന്റെ കൂടെ ഒരു മലക്കുണ്ട്, അനുഗ്രഹത്തിൻ്റെ മലക്ക്. എന്നാൽ നീ ചീത്ത പറഞ്ഞപ്പോൾ മലക്ക് പോയി പിശാച് വന്നു. ശൈത്താൻ്റെ കൂടെ ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടില്ല. ഇതൊന്ന് നമ്മളെ ജീവിതത്തേക്ക് ഇത് കൂട്ടി എഴുതി വയ്ക്കാൻ നമ്മളെത്തുന്നത് ശൈത്താൻ പോയ സമയം ഉണ്ടാവും. നമ്മളൊന്ന് ആലോചിക്കുക നമ്മളെ പറ്റി. നമ്മളെ പെരേന്ന് നമ്മളെടുത്തതൊക്കെ ശൈത്താൻ പോയ സമയം ഉണ്ടായിട്ടുണ്ടാവും. ഇതാണ് നാവിൻ്റെ നോമ്പ്. നല്ലത് പറയാ, അല്ലെങ്കിൽ മിണ്ടാതെക്കൽ നാവിൻ്റെ നോമ്പാണ്. അതുകൊണ്ടാണല്ലോ ചീത്ത പറയുമ്പോൾ ഇന്നീ സായിബൻ ഞാൻ നോമ്പുകാരനാണ്, എനിക്കൊന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ് എന്നും പറഞ്ഞ. അതുകൊണ്ടാണ് ഈ ഒരു മാറ്റം. പരിശുദ്ധ പവിത്രമായ ദിക്റുകൾ ജീവിതത്തിൽ കൊണ്ടുവരണം. വിശ്വാസിക്ക് അങ്ങനെ തന്നെ നോമ്പോട് തക്കവണ്ടാകാം. പവിത്രമായ ദിക്റുകൾ, ഒരുപാട് ശ്രേഷ്ഠമായ ദിക്റ്, പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ ഉള്ള ദിക്റ്. പലപ്പോഴും പ്രഭാതത്തിലെ ദിക്റ് സ്ഥിരമായി ചെയ്യലുണ്ടെങ്കിലും ചിലപ്പോൾ മറന്നു പോകണം, അല്ലെങ്കിൽ ചെയ്യാതെ ഒരു സമയാകാൻ സാധ്യത ഈ നോമ്പ് കാലത്ത്. കാരണം അത്താൻ കഴിഞ്ഞ് സുബി കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിപ്പോകാൻ സാധ്യത. അത് നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ ദിക്റുകൾക്കൊക്കെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് യാത്ര എന്ന് പറയാം. ഇസ്രാ മിഅ്റാജ് യാത്ര മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു. അതുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു മുത്ത് റസൂലിനോട്, യാ മുഹമ്മദ് ഇഖ്റ ഉമ്മത്തിക മിന്നി അസ്സലാം, നിന്റെ ഉമ്മത്തിന് എൻ്റെ സലാം പറയണം. എന്നിട്ട് അവരോട് പറയണം, സ്വർഗം അത് പ്രവിശാലമാണ്, അതിലുള്ള മണ്ണ് അത് സ്വച്ഛമാണ്, അതിലുള്ള പാനീയം ശുദ്ധമാണ്. ഇനി പറഞ്ഞത് ആ സ്വർഗത്തിലെ കൃഷിയാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ആ സ്വർഗത്തിലെ കൃഷിയാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുത്ത് റസൂലിൻ്റെ കൂടെ അമ്മക്ക് കൊടുത്ത സമ്മാനമാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് സ്വർഗത്തിലെ കൃഷിയാണ്. ഇഷ്ടംപോലെ ചെയ്യണം, ഇഷ്ടംപോലെ ചെയ്യാൻ കഴിയണം. അതിന് പ്രത്യേക ഒരു സമയമൊന്നും വേണ്ട. നമ്മുടെ നല്ല കാര്യങ്ങൾക്കിടയിലൊക്കെ അത് വരുത്താൻ കഴിയും. നാവിൻ്റെ നോമ്പാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എളുപ്പമുള്ളതാണ്. നന്മയിലെ മീസാനിൽ കനന്തൂങ്ങുന്നതാണ്. അള്ളാഹ്ക്ക് എളുപ്പം. അള്ളാഹിൻ്റെ കാരുണ്യവാനായ റബ്ബിന് എളുപ്പമുള്ള നമുക്കറിയാം. സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി ആരെങ്കിലും ഇത് പറഞ്ഞാൽ അവന് സ്വർഗത്തിൽ ഒരു ഈത്തപ്പന നട്ടു എന്നവർ. നമ്മളെ സ്വർഗത്തിൽ എത്തുമ്പോൾ ഒരുപാട് ഈത്തപ്പന ഉണ്ടാകണം. സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്വർഗീയ നിധിയിൽപ്പെട്ട നിധിയാണ് എന്ന് പറഞ്ഞത്. നിധി എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദം നോക്കിയാൽ കിട്ടണം നമുക്ക്. ഇനി ഇതൊന്നും വേണ്ട. നമ്മുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്,
റബ്ബേ സത്യവിശ്വാസിക്ക് പുറത്തു കൊടുക്കുക നമ്മൾ പ്രാർത്ഥിക്കും പറയല്ലോ. അത് അറബി പറയണത്തിൽ മലയാളത്തിൽ പറയാം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ? ആരെങ്കിലും ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ പാപമോചനം തേടിയാൽ അവൻ അതുകൊണ്ട് കിട്ടുന്ന അറിയോ? ഓരോ കഴിഞ്ഞു പോയ വരാനിരിക്കുന്ന മുഴുവൻ സത്യവിശ്വാസികളിൽ നിന്നും ഒരു ഹസനാത്ത്, ഒരു നന്മ അവന് രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാന്റെ ഹസനാത്തിന്റെ വലുപ്പം എത്രയെന്ന് നമുക്കറിയില്ല. എന്താ നമ്മൾ ചെയ്ത്? അള്ളാഹുവേ സത്യവിശ്വാസികൾക്ക് പുറത്ത് അല്ലാഹുമ്മ ഗഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞാൽ കത്തബല്ലാഹു ലഹു ഹസനാത്ത്. അള്ളാഹ് അതുകൊണ്ട് ആ ഒരു ഹസനാത്ത് രേഖപ്പെടുത്തും വരാനിരിക്കുന്ന കഴിഞ്ഞു പോയ ആൾക്കാർക്ക്. നാവിൻ്റെ നോമ്പാണെന്ന് നല്ലത് പറയല്, ചീത്ത പറയാതൊക്കെ നാവിൻ്റെ നോമ്പാണ്. വൈകുന്നേരമാകുമ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് നാവിൻ്റെ നോമ്പ്. ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് കുട്ടികൾ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്രാപ്പ് ക്രൂ എന്നൊക്കെ പറയാൻ തോന്നുന്ന ഒരു സമയമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. പിന്നെ പണ്ടൊക്കെ പറയാറുണ്ട് മുസ്ലിങ്ങൾ ഹാജിരാക്കൾക്ക് നോമ്പുള്ള സമയത്താണ്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അറിയാം. നോമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദേഷ്യം പിടിക്കാനുള്ള സാധനമായിട്ട് തോന്നുന്നത് അതല്ല, അത് നിയന്ത്രിക്കൽ നാവിൻ്റെ നോമ്പാണ്. ചെവിക്ക് നോമ്പില്ലേ? നമ്മളിപ്പോൾ എടുക്കേണ്ടത് ചെവിൻ്റെ നോമ്പാണ്. നല്ലത് പറയുന്നത് ചെവിൻ്റെ നോമ്പാണ്. മക്കളെ വിളിക്കുമ്പോൾ മക്കളേന്ന് വിളിക്കുമ്പോൾ ഓയിന്ന് വിളി കേൾക്കൽ ചെവിൻ്റെ നോമ്പാ. ഓയിന്ന് വിളി കേട്ടിട്ട് അവിടെ നിന്നാ പോരട്ടോ. അമ്മ പറയുന്നിടത്തേക്ക് പോകല് ചെവിൻ്റെ നോമ്പാണ്. നല്ലത് കേൾക്കുക, ചീത്ത കേൾക്കാതൊക്കെ. ബളെ ഈ അറിഞ്ഞോന്ന് ചോദിക്കല്ലോ അല്ലേ? നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ബളെ ഈ അറിഞ്ഞോന്ന്. ഞാൻ എപ്പോൾ അറിഞ്ഞിരുന്ന് പറയാണ്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ടല്ലോ, ചെവിൻ്റെ നോമ്പാണ്. എന്ത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയണതോ അത് നോമ്പ് പിത്തനാക്കലാണ്. ചെവിൻ്റെ നോമ്പാണത്. നല്ലത് മാത്രം കേൾക്കുക, ചീത്ത വിളിച്ച് പറഞ്ഞാലും അത് കേൾക്കാതൊക്കെ. ഈ നോമ്പ് വിശ്വാസക്ക് അപ്പോഴേ വിശ്വാസത്തിൻ്റെ നോമ്പാവുള്ളൂ. കൈകൾക്ക് നോമ്പുണ്ട്. എന്താ? നല്ല കാര്യത്തിൽ മുന്നിടുക, നന്മ ചെയ്യാം. നന്മയുടെ കാര്യത്തിൽ ഒരു സഹായമോ കാര്യങ്ങളോ ചെയ്തു കൊടുക്കാനൊക്കെ മുന്നിടുക. യുവാക്കളെ നമ്മളെ നോമ്പാണത്. കൈകളുടെ നോമ്പാണ്, കാലിൻ്റെ നോമ്പാണ് നല്ല കാര്യത്തിലേക്ക് പോകല്. ഈ കാര്യങ്ങൾക്കൊക്കെ ഒരുക്കല് അത് കയ്യിൻ്റെ നോമ്പാണ്. പ്രായമുള്ള ആൾക്കാരൊക്കെ അത് കുറേ മുന്നേ അവരിത് ചെയ്ത് അടുത്ത തലമുറയായ നമ്മളെ ഏൽപ്പിച്ചാണ്. ഇത് ചെയ്യാൻ നമ്മൾ ഒലക്കാളും വൈകി വരലല്ല, നമ്മൾ നേരത്തെ എത്തിയിട്ട് ഇതൊക്കെ ചെയ്യൽ നമ്മളെ കയ്യിൻ്റെ നോമ്പാണ്, കാലിൻ്റെ നോമ്പാണ്. മനസ്സിനോ അതിൻ്റെ നോമ്പാണ്. എല്ലാവർക്കും നല്ലത് ആഗ്രഹിക്കാം. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് ഒരു വിഭാഗം ആൾക്കാരെ ഒരു ജനതയെ കൊണ്ടുവരും. എന്താ അവരുടെ പ്രത്യേകത? അവര് മുത്തുകൾ കൊണ്ടുള്ള മിമ്പറുകളിലായിരിക്കും അവരുടെ സ്ഥാനം. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു അമ്പിയാക്കളോ ശ്രോതാക്കളോ ഒന്നുമല്ല. ഇവരുടെ അരികിലേക്ക് അത് ആഗ്രഹിച്ച ആൾക്കാർ ഇങ്ങനെ ചെല്ലും. റസൂൽ ഇതിങ്ങനെ വിശദീകരിച്ചപ്പോൾ പവിത്രമായ മുത്തുകൾ കൊണ്ടുള്ള മിമ്പറയിൽ ഉന്നത സ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആലോചിച്ചിട്ട് സഹാബത്ത് ചോദിച്ചേ, അള്ളാന്റെ റസൂലേ ആരാണ് ഓല്? റസൂൽ സ്വല്ലല്ലാഹു പറഞ്ഞെന്താ അറിയോ? അവര് വിശ്വാസികൾ വിവിധ നാടുകളിൽ വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത ഗോത്രങ്ങളിലുള്ള ആൾക്കാർ ഓർക്ക് നന്മ പ്രതീക്ഷിക്കാം. അഥവാ എനിക്കും എൻ്റെ മക്കൾക്കും നല്ല എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കണ ആ നന്മ ആഗ്രഹിക്കുന്ന ആ ജനതയാണ്. അള്ളാഹ് ഇത് മനസ്സിൻ്റെ നോമ്പാണ്. നമ്മളിപ്പോൾ രോഹിംഗ്യക്കാർക്കും സോമാലിക്കാർക്കും പ്രയാസം ഉപയോഗിക്കുന്നവർക്കൊക്കെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചല്ലോ, അത് നമ്മളെ മനസ്സിൻ്റെ നോമ്പാണ്. കാലുകളുടെ നോമ്പാണ്. നല്ല സ്ഥലത്തേക്ക് നടന്നു പോലെ ഞാൻ പറഞ്ഞ പോലെ സന്ദർശനം. നിശ്ചയം പറഞ്ഞു, മൻ ആദാന്ന് പറഞ്ഞാൽ രോഗിയെ സന്ദർശിക്കലാണ്. ആരെങ്കിലും രോഗിയെ സന്ദർശിക്കുന്നു അല്ലെങ്കിൽ വെറുതെ ഒരു സന്ദർശനം നടത്തുന്നു എങ്കിൽ അള്ളാഹ് വിളിച്ചു പറയാൻ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ പറയും, നീ നന്മ ചെയ്തിരിക്കുന്നു, നിന്റെ നടത്തം നീ നന്നാക്കിയിരിക്കുന്നു, സ്വർഗത്തിൽ നീ ഒരു വീട് ഉറപ്പിച്ചിരിക്കുന്നു. നോമ്പറക്കാൻ നേരത്ത് പോണ്ട, നമ്മളെ മൈൻഡോടെ
നമ്മളെ കാക്കാരോടെ ഇനി ആരുമില്ല. രോഗിയായി കിടക്കുന്നു എന്ന് പറഞ്ഞ ഒരാളുടെ അവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണേ, ഈ കൊറോണ കാലഘട്ടത്തിൽ രോഗം പ്രയാസമായി കണ്ട് ഓലെ സന്ദർശിച്ച് അവർക്ക് രോഗം ഉണ്ടാക്കുന്ന അവസ്ഥ വേണ്ട. അത് നമ്മൾ ശ്രദ്ധിക്കാം. ഒരു സന്ദർശനം നമ്മൾ നടത്തുന്ന സന്ദർശനം അതുകൊണ്ട് വിളിച്ചു പറയാണ്, നിന്റെ നടത്തം നന്നായി, നീ നന്മ ചെയ്തു, അതിനേക്കാൾ ഉപരി എന്താ, സ്വർഗത്തിൽ നീ ഒരു വീട് ഉറപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലൊരു വീട് കിട്ടാൻ ഒരാളെ സന്ദർശിക്കാം. കാലിൻ്റെ നോമ്പാണ്. ഇതൊക്കെ നോമ്പ് കാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇങ്ങനെ മത്സരിക്കാൻ നമുക്ക് കഴിയണം. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ ഒരിക്കൽ സഹാബത്തിൻ്റെ ഇടയിൽ നിന്ന്, അല്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് ഒരു രോഗിയെ ആരുണ്ട് നോമ്പെടുത്തവൻ? എല്ലാവരും നോക്കിയാൽ അബൂബക്കർ പറഞ്ഞു, നബിയെ ഞാൻ എടുത്തത് സുന്നത്തോമ്പാവേ, അത് അല്ല ഞാൻ ഫർദ് നോമ്പിനെ ചോദിക്കണ്ടല്ലോ. വീണ്ടും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരുണ്ട് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചവൻ? എല്ലാവരും നോക്കുമ്പോൾ അപ്പോഴും അബൂബക്കർ പറഞ്ഞു, ഞാനും നബിയെ. വീണ്ടും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക കുറച്ചുകൂടി കഴിഞ്ഞിട്ട്, ആരുണ്ട് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജനാസയെ അനുഗമിച്ചവൻ, ജനാസയോടൊപ്പം അതിൻ്റെ കർമ്മങ്ങളിൽ പങ്കാളിയായവൻ? അപ്പോഴും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു എണീറ്റ് ഞാൻ നബിയാണ്. നാലാമത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, ആരുണ്ട് ഇന്ന് പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം നൽകിയവൻ? അവിടെ ഞാനെന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, ഈ 4 കാര്യം ഒരാളിലുണ്ടെങ്കിൽ അവന് സ്വർഗ്ഗം ഉറപ്പാണെന്ന്. നമ്മളിത് എന്താക്കൾ ആലോചിക്കി, ഇത് വെറുതെ ഒരു നാടകം ഒരു ഒരുക്കമല്ലല്ലോ. എന്താ ഈ പറച്ചില്? എന്താ ഈ പറച്ചില്? നബി ഇങ്ങനെ ആദ്യം ചോദിക്കും, ഞാൻ ചോദിക്കാൻ പോക്കരെ ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിന്ന് പറഞ്ഞാണോ? അല്ലല്ലോ. ഒന്ന് ആലോചിക്കി, ഒരാളെ പിന്നെ ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഇതൊക്കെ മറ്റു 3 ചെയ്ത് നോമ്പെടുത്ത് ഇങ്ങനെ ഇടകേറായി നിൽക്കുമ്പോൾ ഒരാൾക്ക് അസുഖം എന്ന് പറയുമ്പോൾ അവിടെ സന്ദർശിക്കുകയാണ്, മരിച്ചെന്ന് പറയുമ്പോൾ അവിടേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഏതായാലും സ്വർഗ്ഗം ഉറപ്പാ, ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കേണ്ട വിചാരിച്ചു ഒരു പാവപ്പെട്ട വന്ന് കൊടുക്കാൻ തോന്നുകയാണ്. അതാണ് ജൂത്, അതാണ് നോമ്പ് കൊണ്ട് ഉണ്ടാകേണ്ടത്. നബിയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം എത്തുന്ന സമയത്ത്, കാരണം അജ്വദ് ഞാൻ അത്ര ഔദാര്യമാരായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വരിക പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ ആയത്തുമായി വരുന്ന സമയത്ത് റമദാൻ എത്തുമ്പോൾ 2 തവണ അല്ലെ വീണ്ടും ആവർത്തി ചോദിക്കാൻ വന്നിരുന്നതാണ്. ഔദാര്യം കാണിക്കാൻ നോമ്പുകാരൻ ഉണ്ടായിട്ടാണ്. ഇങ്ങനൊക്കെ ചെയ്യലാണ്, ഇങ്ങനെ ആകാൻ കഴിയണം. ഇതുണ്ടാകുകയാണ്, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ ഈ ആദ്യത്തെ 3 ഒരാൾ മരിച്ചുകൂടി കിട്ടിയാൽ സ്വർഗ്ഗം ഉറപ്പിക്കുക എന്ന് പറയാൻ അതിന് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനല്ല കേട്ടോ. ഈ പറഞ്ഞ 3 കിട്ടി ഇപ്പോൾ മരിച്ചുകൂടി ചെയ്താൽ ഇത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് ഉണ്ടാകണം എന്ന് പറയണം. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കാര്യത്തിൽ നന്മയിൽ മത്സരിക്കാനുള്ളൊരു മനസ്സ്, അതാണ് സത്യവിശ്വാസിയുടെ നോമ്പ് കൊണ്ട് ഇബാദത്തുകൾ കൊണ്ട് സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. ഇതൊക്കെ ചെയ്യുമ്പോൾ നോമ്പുമായി ബന്ധപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുത്തറസൂൽ സ്വല്ലല്ലാഹു ആമീൻ കയറി മിമ്പർമ കയറി ആമീൻ പറഞ്ഞ് 3 ആമീൻ പറഞ്ഞ നമുക്കറിയാലോ. 3 കിട്ടി ഒരുമിച്ച് കിട്ടുന്നത് മാസമാണ് റമദാൻ, അല്ലേ? പരിശുദ്ധ റമദാൻ ഒരാൾക്ക് വന്ന് ആ റമദാന്റെ ദിനരാത്രങ്ങൾ ചെലവഴിക്കാൻ കഴിഞ്ഞ് എന്നിട്ട് അവൻ്റെ പാപങ്ങൾ പുറത്തിട്ടില്ലെങ്കിൽ അള്ളാന്റെ കാരുണ്യം അവന് തൊട്ട് തടയട്ടെ. മറ്റൊരു റിപ്പോർട്ടിൽ അവന് നരകത്തിലേക്ക് പതിക്കട്ടെ എന്ന രൂപത്തിലാണ്. ആരാ പ്രാർത്ഥിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആമീൻ പറയണതോ മുത്തറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കിട്ടുന്ന ഉറപ്പല്ല ആമീൻ. ഇത് ഞമ്മക്ക് വരാനിരിക്കുന്ന നമുക്ക് പ്രാർത്ഥിച്ച റമദാൻ വന്ന് അവൻ്റെ പാപം പൊറുക്കുന്നില്ലെങ്കിൽ അള്ളാന്റെ കാരുണ്യം കിട്ടൂല, നരകത്തേക്ക് എത്തിപ്പോവും. 2ാമത് ആ കൂട്ടത്തിൽ പ്രാർത്ഥിച്ചത് അതാണ് നോമ്പുമായി ചേർത്തി പറയേണ്ടതാണ് ബന്ധം. ഒരാൾക്ക് വൃദ്ധരായ ഇപ്പിമ്മിയുണ്ട്, ഇനി വയസ്സാകൊന്നും വേണ്ട, ഇപ്പിമ്മിയുണ്ട്. ഓൽക്ക് ഒത്താശകൾ ചെയ്ത് സ്വർഗം കിട്ടാൻ ഓന് കഴിയുന്നില്ലെങ്കിൽ, പാപം പൊറുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓനും നാശത്തിലേക്ക് പതിക്കട്ടെ, അള്ളാന്റെ കാരുണ്യം കിട്ടാതെ കട്ടെ. അള്ളാഹ് ഓനിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകട്ടെ. 3ാമത്തത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സലാം പറയാത്തവന് അള്ളാന്റെ അനുഗ്രഹം തടയാൻ. ഇത് 3 ഒരുമിച്ച് കിട്ടുന്ന മാസമാണ്.
ഇവിടെ നോമ്പുമായി ചേർത്തി പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഉണ്ടല്ലോ, മക്കളെ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന മക്കളെ, ഞാനടക്കമുള്ള മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ, നമ്മൾ നോമ്പ് ശരിയാണെങ്കിൽ നമ്മളെ മാതാപിതാക്കളുമായുള്ള നമ്മുടെ ബന്ധം നന്നായെങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പ് ശരിയാവൂ എന്ന് നമ്മൾ ഉറപ്പിക്കണം. ദീനിനെതിരായ കാര്യത്തിലല്ല, ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുമായുള്ള ബന്ധം പാലിക്കാൻ കഴിയാത്ത ഒന്ന് നമുക്കുണ്ടെങ്കിൽ നമ്മളെ നോമ്പ് വെറും പട്ടിണി മാത്രമാണ്. നമ്മുടെ നൃത്തം വെറും നൃത്തം മാത്രമാണ് രാത്രി നിൽക്കാരം. ആ ഉറപ്പ് നമുക്കുണ്ടാകണം. പരിഗണിക്കാത്ത നോമ്പ് ഉണ്ടാകരുത്. നോമ്പ് കാലത്ത് മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു, പലപ്പോഴും നമുക്കറിയാവുന്ന ചരിത്രം. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഈത്തപ്പന കൃഷിക്കാരനാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ശാന്തനാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആരോടും ദേഷ്യം പിടിക്കാത്ത അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഈത്തപ്പന മരം വിളവെടുപ്പിന് പാകമായ സമയത്ത് അറബികൾക്ക് സന്തോഷമുണ്ടാകുന്ന, കൃഷിയുടെ അടുത്തേക്ക് നടക്കാൻ പോലും ആൾക്കാർ സമ്മതിക്കാത്ത ആ ഒരു ദിവസം തൻ്റെ വീട്ടിൽ നിന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു മൂർച്ചയുള്ളൊരു കടാര എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാം. ധൃതിയിൽ പോകാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ധൃതി കണ്ടപ്പോൾ സഹാബാക്കൾക്ക് പേടിയായി. ഇങ്ങനൊരു രൂപ അബൂ തൽഹ കണ്ടില്ല, അത് കയ്യിൽ കത്തി. ബേക്കുന്ന സഹാബത്ത് വിളിച്ചു, എങ്ങോട്ട് അബൂ തൽഹ എത്ര ധൃതിയിൽ നിൽക്ക്. ചെറിയ വിളിക്ക് ഉത്തരം നൽകുന്ന അബൂ തൽഹ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കില്ല, പോവുകയാണ്. നേരെ പോണത് തൻ്റെ പ്രസിദ്ധമായ ഈത്തപ്പന തോട്ടത്തിലേക്കാണ്. ഒരുപാട് ഈത്തപ്പന മരങ്ങൾ, വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന ഈത്തപ്പഴങ്ങളുള്ള ആ ഈത്തപ്പന തോട്ടത്തിലേക്ക് ധൃതിയിൽ കയറുന്നു അബൂ തൽഹ റളിയല്ലാഹു അൻഹു. തോട്ടത്തിൽ ഒരുപാട് മരമുണ്ട്. ആ മരത്തുനിന്ന് വലിയ മരത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് വസ്ത്രമൊക്കെ നല്ല പിടിച്ച് കെട്ടിയിട്ട് ആ ഈത്തപ്പന മരത്തിലേക്ക് പിടിച്ച് കയറുന്നു അബൂ തൽഹ. കയറലിൽ കൈകാലുകൾ തട്ടി ഈത്തപ്പന കുലകൾ അടർന്ന് താഴെ വിടുന്നുണ്ട്. സഹാബത്തിന് ഉറപ്പായി അബൂ തൽഹക്ക് ഭ്രാന്തായി പോയിട്ടുണ്ട്, അബൂ തൽഹ ഭ്രാന്തായിട്ടുണ്ട്, അല്ലാതെ അബൂ തൽഹ അങ്ങനത്തെ ഒരു പണി എടുക്കൂല. ഇറങ്ങ അബൂ തൽഹ പറഞ്ഞു. കേൾക്കണില്ല അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ഈത്തപ്പന മരത്തിന്റെ മുകളിൽ കയറി, നമുക്കറിയാവുന്ന ചരിത്രം. ഈത്തപ്പന മരത്തിന്റെ മുകളിൽ കയറി ആ ഈത്തപ്പന മരത്തിന്റെ തൂമ്പ് അഗ്രഭാഗം മുറിച്ചു. അഥവാ ആ മരം ഒന്നിനും പറ്റൂല. അതും ആ തോട്ടത്തിലെ ഏറ്റവും വലിയ മരം, നല്ല മരം. അഗ്രഭാഗം മുറിച്ചാൽ, തെങ്ങ് മുറിച്ചാൽ തെങ്ങിന്റെ തൂമ്പിലുണ്ടാവും കരിമ്പ് പറഞ്ഞ സാധനം, മധുരമുള്ള സാധനം അല്ലേ? എല്ലാ പനമരത്തിനുള്ള പ്രത്യേകതയാണ്. ആ ഈത്തപ്പനമരത്തിന്റെ കരിമ്പ് വലിച്ചെടുത്തു. ഇതുവരെ ബേജാറും ധൃതിയുള്ള അബൂ തൽഹ ശാന്തനായി പതുക്കെ താഴെ ഇറങ്ങി. അബൂ തൽഹ സാധാരണ അവസ്ഥയ്ക്ക് എത്തിയപ്പോൾ സഹാബത്ത് നേരെ എത്തിയെന്ന് ചോദിച്ച്, എന്ത് പണി അബൂ തൽഹ ചെയ്ത്? എന്ത് പണിയാ ചെയ്ത്? ഈ തോട്ടത്തിലെ ഏറ്റവും നല്ല മരം നശിപ്പിച്ചില്ല അബൂ തൽഹ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്താനുണ്ട്. അതാണ് യുവാക്കളെ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരെ, മക്കളെ നമ്മൾ നോമ്പുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയാം, എൻ്റെ ഉമ്മ വയസ്സായ ഉമ്മ, ഉമ്മൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ഉമ്മൻ്റെ തലയെടുത്ത് എൻ്റെ തലമുടിയിൽ, എൻ്റെ മടിയിൽ വെച്ച് ഉമ്മയുടെ തലമുടിയിലൂടെ ഞാൻ കൈകളിൽ ഇങ്ങനെ തലോടിച്ചപ്പോൾ, മക്കളെ അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടാകാറുണ്ട് നമുക്ക്. ഇപ്പൻ്റെ കൈ, വെല്ലിപ്പൻ്റെ കൈയൊക്കെ ഒന്നും ഇങ്ങനെ തടവയൊക്കെയാണ് നമ്മൾ. കൈമലുണ്ടാകണ പാറ പോലത്തെ കൈ ഇങ്ങനെ കാണുമ്പോൾ ഇതെന്ത് പറ്റിയതാ വെല്ലിപ്പ? അതെ, എൻ്റെ ഉപ്പനെ പോറ്റാൻ ഞാൻ പണിയെടുത്ത് എൻ്റെ അടയാളടാന്ന് പറയുമ്പോൾ ആ കൈക്കൊരുമ്പ കൊടുക്കാൻ തോന്നണം മനസ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉമ്മൻ്റെ വെല്ലിമ്മൻ്റെ അടുത്ത് ചെന്നിട്ട് മരുന്ന് കുടിച്ചോളി എന്ന് പറയുന്നതിന് പകരോ ആ ഗുളിക ഒന്ന് പൊട്ടിച്ച് കയ്യിൽ കൊടുത്ത് കുറച്ച് വെള്ളമെടുത്ത് കൈ കൊടുത്താൽ ലോകത്തൊരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാത്ത സുഖം എനിക്ക് കിട്ടും. നമ്മൾ ആ പെരുമാറ്റം കൊണ്ട് അള്ളാഹു അതിന് നമുക്ക് അങ്ങനത്തെ മനസ്സുള്ള മക്കളാക്കി അള്ളാഹു നമ്മളെ മാറ്റട്ടെ. വല്ലാത്തൊരവസ്ഥയാണ് ലോകത്ത് നിന്ന് മാതാപിതാക്കൾ എന്നുള്ള വയസ്സുള്ളവർ സമൂഹത്തിന് വേണ്ട എന്ന രൂപത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്.
മഹാനെ അബൂദല്ലാർ നേതാവിന് പറയാ, എൻ്റെ വയസ്സുള്ള അമ്മ മറ്റേ തലമുടിയിലൂടെ കൈകളിങ്ങനെ തലോടിച്ചപ്പോൾ എൻ്റെ ഉമ്മച്ചി എന്തൊക്കെ അത്തുമിത്തി പറയുന്നുണ്ട്. കൂട്ടത്തിൽ പറഞ്ഞു, ഈത്തപ്പന മരത്തിൻ്റെ കരിമ്പ് തിന്ന കാലം മറന്നുപോയി, നല്ല രസം ഉണ്ടാവില്ല മോനെ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പതുക്കെ ആ തലയെടുത്ത് താഴെ വെച്ച് ഇറങ്ങി പുറപ്പെട്ടതാ ഞാൻ. എൻ്റെ അമ്മക്ക് കൊടുക്കാനുള്ള ഈത്തപ്പന മരത്തിൻ്റെ കരിമ്പാണത് എന്ന് പറഞ്ഞപ്പോഴേക്കും മഹാനായ അബൂദല്ലാർ അവൻ്റെ കണ്ണു നിറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, അബൂദല്ലേ, ഉമ്മച്ചിക്ക് കൊടുക്കാനുള്ള ചെറിയൊരു ഈത്തപ്പന മരത്തിന്, ഒരു കരിമ്പിന് എത്ര ചെറിയ ഈത്തപ്പന മരണ്ടേനും ഇവിടെ, ഒന്ന് വെട്ടിയാൽ പോരേനോ? നീ ഇതന്നെ വേണമെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വിളവെടുപ്പ് കഴിഞ്ഞാൽ ആ സമയത്ത് വെട്ടിയെടുത്താൽ പോരേനോ എന്ന് ചോദിച്ചപ്പോൾ അബൂദല്ലാർ റളിയല്ലാഹു പറഞ്ഞ ഒരു പറച്ചില് അല്ലാഹുവിന്റെ മുത്തറസൂല് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ഹുസ്നാണ്, എന്ത് നന്മയാണ് ഞാൻ എൻ്റെ അമ്മക്ക് കൊടുത്തതെന്ന് ചോദിച്ച് ആ ഈത്തപ്പന മരവുമായി ഈത്തപ്പന കരിമ്പുമായി തൻ്റെ വീട്ടിലേക്ക് പോകും. ഞാൻ ചെയ്ത നന്മ എടുത്ത് ഇങ്ങനെ പറയണോ. മൂന്നാമത് മുഖദ്ദിബു ബിൽ ഖദർ, ഖദറിനെ കളവാക്കണം. കർമ്മം നിഷ്ഫലമായി പോണതാണ് മാതാപിതാക്കളെ ചെയ്യുന്ന ചെറിയ പ്രയാസം പോലെ. ഇത് നമ്മൾ ചേർത്ത് വായിക്കണം. ഇങ്ങനൊക്കെ അള്ളാഹുമായുള്ള ബന്ധവും നമ്മുടെ പരസ്പരമുള്ള ബന്ധവും ഇതൊക്കെ ചേർത്ത് കോർത്തിണക്കി ഒരുമിച്ച് പോകാൻ അതിന് നമുക്കുള്ള അവസരമാണ് പവിത്രമായ നോമ്പ്, അതിൻ്റെ ദിനരാത്രങ്ങൾ. അവിടെ വെറും പട്ടിണിയല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ മേഖലയിലുമുള്ള ബന്ധം. പരിശുദ്ധ ഖുർആനില്ലാത്തൊരു നോമ്പില്ല, നന്മ ചെയ്യാത്തൊരു നോമ്പില്ല, ദിക്റുള്ളയില്ലാത്തൊരു നോമ്പില്ല, ബന്ധങ്ങൾ പാലിക്കാത്തൊരു നോമ്പില്ല, പരലോകത്തെ ഓർക്കാത്തൊരു നോമ്പില്ല, നരകത്തെ ഭയപ്പെടാത്തൊരു നോമ്പില്ല, അള്ളാഹുവിനെ ഓർക്കാത്ത, അള്ളാഹുവിനെ പറ്റി ഉറച്ച വിശ്വാസമില്ലാത്ത, തകരാത്ത വിശ്വാസമില്ലാത്ത ഒരു നോമ്പ് വിശ്വാസിക്കില്ല. ഇതെല്ലാം കൂടിക്കലരുമ്പോഴാണ് ഒറ്റ നോമ്പിന് 70 കൊല്ലത്തെ നരകത്തിൽ നിന്നുള്ള അകൽച്ച, ഒറ്റ നോമ്പിന് ആകാശഭൂമിയോളം അകലത്തിലേക്ക് നരകത്ത് നകലുന്നത്. അള്ളാഹു അത്തരം നോമ്പുകാരിൽ നമ്മളെ നോമ്പിനൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. റബ്ബ് നമ്മൾ ചോദിച്ചാൽ തന്നില്ല, പിന്നെ ആർക്കാ കൊടുക്കുക? ഇപ്പൊ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ആൾക്കാരും എൻ്റെ ചുരുക്ക കണ്ടിട്ട് ഇരിക്കല്ല എന്ന് എനിക്കറിയാം. എൻ്റെ വർത്താനത്തിൻ്റെ വലിപ്പത്തരം കൊണ്ടും ഇരിക്കല്ല. എന്തിനാ നമ്മളിവിടെ ബന്ധത എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അള്ളാൻ്റെ സ്വർഗം കിട്ടാൻ, നരകമോചനം കിട്ടാൻ, അള്ളാനെ ഓർക്കാൻ, അള്ളാഹ് ഇസ്തിഗ്ഫാർ, പാപം പുറത്തരാൻ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ക്ലാസ്സിൽ നിന്നല്ല, എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ വന്ന ഒരുപാട്. ഒരു ഞായറാഴ്ചയാണ് ഒരു ഒഴിവെട്ടി ഒന്നൊന്ന് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ ഈ സമയത്ത് ഇവിടെ എത്തിയത് ഇത് കിട്ടാനാണോ? ഇതിന് അള്ളാഹ് നമുക്ക് തന്നില്ല, പിന്നെ ആർക്കാ അന്ന് കൊടുക്കുക? അതുകൊണ്ട് നമ്മൾ ചെയ്ത ഓരോ നന്മയും മുൻനിർത്തി അള്ളാഹിനോട് ചോദിക്കാനും കൂടി നമുക്ക് കഴിയണം. നമ്മൾ ചെല്ലുന്ന ദിക്റുകളൊക്കെ മുൻനിർത്തി, നമ്മുടെ കർമ്മങ്ങൾ മുൻനിർത്തി അള്ളാഹിനോട് നമ്മൾ ചോദിക്കുക, റബ്ബേ പ്രയാസത്തിൽ പൊട്ടി 3 ആൾക്കാർ ഗുഹയിൽ കുടിക്കുക സംഭവം നമുക്കറിയാലോ അല്ലേ? അവർ ചെയ്ത നന്മകൾ മുൻനിർത്തി പ്രാർത്ഥിച്ച പോലെ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകൾ മുൻനിർത്തി പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് തരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, അള്ളാഹ് നമുക്ക് തരും. കുടുങ്ങിയെന്ന് കരുതിയ സ്ഥലത്തുനിന്ന് റബ്ബെ എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചു കൊടുത്തുനിന്ന് അള്ളാഹ് ഇറങ്ങി സഹായിച്ചു എന്ന് തോന്നുമ്പോൾ അതിന് സഹായം കിട്ടിയത് അനുഭവം നമുക്കൊക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്ത നന്മകൾ മുൻനിർത്തി അതിന് അങ്ങനെ ചെയ്യാൻ പറ്റിയ നന്മയാണ് നമ്മൾ ചെയ്തത് എന്നതും ആ ഇഖ്ലാസുള്ള രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളായി മാറ്റുക. ഈ രൂപത്തിൽ റബ്ബിലേക്ക് മടങ്ങുക. റബ്ബ് നമ്മൾ വന്നുപോയ പാപങ്ങൾ റബ്ബ് നമുക്കൊക്കെ പുറത്തു നൽകുമാറാകട്ടെ. റബ്ബെ ഞങ്ങൾ വന്നുപോയ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണം. റഹ്മാനെ, നിന്റെ മഹത്തായ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയൊക്കെ നീ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടണം. റഹ്മാനെ, പട്ടിണി മാത്രം ബാക്കിയായ നോമ്പാക്കി ഞങ്ങളുടെ നോമ്പിനെ നീ മാറ്റരുതേ. റഹ്മാനെ, നൃത്തം മാത്രം ബാക്കിയായ നമസ്കാരമാക്കി ഞങ്ങളുടെ നമസ്കാരത്തെ നീ മാറ്റരുതേ. റഹ്മാനെ, റബ്ബേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിത്യപ്പട്ടിണിയും നോമ്പിൻ്റെ പട്ടിണിയും തമ്മിൽ വേർതിരിച്ചറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്.
റബ്ബെ അവർക്കിടയിൽ നിന്നാണ് സുഭിക്ഷമായി ഭക്ഷിച്ച് ഞങ്ങൾ നോമ്പെടുത്തത്, സുഭിക്ഷമായി ഭക്ഷിച്ച് ഞങ്ങൾ നോമ്പ് തുറക്കണത്. റബ്ബേ അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിഫലം നീ ഇല്ലാതാക്കരുതേ റഹ്മാനെ. അത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനേ ഞങ്ങൾക്ക് കഴിയും. റബ്ബേ അവർക്ക് നീ രക്ഷയേകണം റഹ്മാനെ, രക്ഷയേകണം റഹ്മാനെ, രക്ഷയേകണം റഹ്മാനെ. നിന്റെ ഒന്ന് സുജൂദ് ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരുപാട് വിശ്വാസികളുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവർ. വിശ്വാസികളായി എന്നതിൻ്റെ പേരിൽ ജയിലുകളിൽ കഴിയപ്പെടുന്ന ആളുകളുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. റബ്ബേ അവർക്ക് വേണ്ടി ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങൾ നീ തട്ടിമാറ്റരുതേ റഹ്മാനെ. അവർക്ക് നീ ഇസ്സത്ത് നൽകണം റഹ്മാനെ, രക്ഷയേകണം റഹ്മാനെ, രക്ഷയേകണം റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ നാടുകളിൽ ജീവിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. റബ്ബേ നീയാണ് ലോകത്തിൻ്റെ രാജാവ്, നീയാണ് ലോകത്തിൻ്റെ അധികാരി, നീയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നവൻ. ഏതെങ്കിലും ഒരു മന്ത്രിയോ ഒരു ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ രാജാകുമാരോ ഒന്നുമല്ല ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, നീയാണ് റബ്ബേ. ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് പ്രബോധനം ചെയ്ത് ഇവിടെ ജനിച്ച് ഇവിടെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കൊക്കെ നീ നൽകണം റഹ്മാനെ. ഈ നിയമങ്ങളുടെ പേരിൽ പിടിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ നീ മോചനം നൽകണം റഹ്മാനെ, രക്ഷയേകണം റഹ്മാനെ. റബ്ബേ ലോകം ഒരു മഹാമാരിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. റബ്ബേ നീയാണ് ലോകം ഞങ്ങൾക്ക് പരീക്ഷണമായി ലോകത്ത് നൽകുന്നവൻ, അതിനെ ശമനപ്പെടുത്താനും കഴിയുന്നവൻ നീയാണ്. റബ്ബേ നീ രക്ഷയേകണം റഹ്മാനെ. ഒരു രോഗവും ബാക്കിയാകാത്ത രൂപത്തിലുള്ള ശമനം അവർക്കും ഞങ്ങൾക്കും ഒക്കെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഈ മഹാമാരി കൊണ്ട് മരണപ്പെട്ട വിശ്വാസികൾക്കൊക്കെ ശുഹദാക്കളുടെ പ്രതിഫലം നീ നൽകണം റഹ്മാനെ. റബ്ബേ ഞങ്ങൾക്ക് വന്നുപോയ മുഴുവൻ പാപങ്ങളുടെ ആധിക്യം കൊണ്ടാകാം ഒരു പക്ഷേ നീ ഞങ്ങളെങ്ങനെ പരീക്ഷിക്കുന്നത് റബ്ബേ. ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ട് മറ്റുള്ളവരെ നീ പ്രയാസപ്പെടുത്തരുതേ റഹ്മാനെ. റബ്ബേ ഞങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമുള്ള രോഗങ്ങൾ കൊണ്ട് പരീക്ഷണങ്ങൾ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ റഹ്മാനെ. ഇനി പരീക്ഷണമായി രോഗത്തെയോ പ്രയാസത്തെയോ പരീക്ഷണത്തെയോ തരികയാണെങ്കിൽ ഉൾക്കൊള്ളാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. നിന്നെ കുറ്റപ്പെടുത്തുന്ന മനസ്സുണ്ടാക്കരുതേ റഹ്മാനെ, നിന്നെ തള്ളിക്കളയുന്ന മനസ്സ് ഞങ്ങൾക്കുണ്ടാക്കരുതേ റഹ്മാനെ. എന്ത് പ്രയാസമുണ്ടായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നിന്നിൽ അടിയുറച്ച് വിശ്വസിക്കാനുള്ള ഒരു കരുത്ത് ഞങ്ങൾക്കൊക്കെ നീ നൽകണം റഹ്മാനെ. റബ്ബേ ഞങ്ങളത് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, സ്നേഹിക്കാൻ കഴിയുന്നതിന് മുമ്പ് ഞങ്ങളിത് പിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ റബ്ബേ അവർക്ക് ഞങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെ നീ ഒരുമിച്ച് കൊട്ടണം റഹ്മാനെ. റബ്ബേ ഞങ്ങളുടെയൊക്കെ ഉപ്പമാർക്ക് ഒരു പക്ഷേ ഞങ്ങളെ പോറ്റുന്നതിനിടയിൽ നിന്റെ തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ചിലപ്പോൾ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല. റബ്ബേ തൗഹീദുള്ള ഞങ്ങളുടെ മക്കളുടെ പ്രാർത്ഥന അവർക്ക് വേണ്ടി നീ സ്വീകരിക്കണം റഹ്മാനെ. അവരെ ഞങ്ങളോടൊപ്പം പുത്രസൂലിൻ്റെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലീകളുടെ കൂടെ അവർ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൊട്ടണം റഹ്മാനെ. റബ്ബേ ഞങ്ങളുടെ മക്കളൊക്കെ പരലോകത്തേക്ക് ഉപകാരപ്രദമായ മക്കളാക്കി നീ മാറ്റണം റഹ്മാനെ. മക്കളെ കൊണ്ട് മോശമായ അവസ്ഥയിലേക്ക് തലതാഴ്ത്തി പോകുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കരുത് റഹ്മാനെ. മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ കടമകൾ പൂർണ്ണമായി നിർവഹിച്ച മക്കളാക്കി ഞങ്ങളെയൊക്കെ നീ മാറ്റണം റഹ്മാനെ. അവരുടെ ഇഷ്ടം നേടിയെടുത്ത മക്കളാക്കി ഞങ്ങളെയൊക്കെ നീ മാറ്റണം റഹ്മാനെ. റബ്ബേ ഞങ്ങളുടെയൊക്കെ പ്രിയ മാതാപിതാക്കൾ പലരും മരണപ്പെട്ടു പോയവരുണ്ട്, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നീ നൽകണം റഹ്മാനെ. അവർക്ക് വേണ്ടതുപോലെ അവരുടെ ഇഷ്ടമനുസരിച്ച് ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും അവർക്കും നീ നൽകണം റഹ്മാനെ. വെറുപ്പോടെ ഒരാളെയും വെറുപ്പോടുകൂടി കാണുന്ന മനസ്സ് ഞങ്ങൾക്കുണ്ടാക്കരുത് റഹ്മാനെ. പരസ്പരമുള്ള കിബറും അസൂയയും വിട്ടൊഴിഞ്ഞ മനസ്സാക്കി നിങ്ങളുടെ മനസ്സ് നീ മാറ്റണം റഹ്മാനെ. തഖ്വയുള്ള നോമ്പുകാരിൽ, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നോമ്പുകാരിൽ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام
اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام ربنا تقبل منا صلاتنا وصيامنا وأعمال صالحاتنا يا رب العالمين اللهم اجعل هذا الشهر الشريف شاهدا لنا ولا شاهدا علينا اللهم اجعل هذا الشهر الشريف حجة لنا ولا حجة علينا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على رسول الأمين وعلى آله وأصحابه أجمعين നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തണം. അസ്സലാമു അലൈക്കും. ചൊവ്വാഴ്ചത്തെ ക്ലാസ് ആരും മറക്കരുത്. അൻസാർ നർമ്മയുടെ ക്ലാസ് ഉണ്ട് ജീവിതലക്ഷ്യം എന്നുള്ള വിഷയത്തിൽ ളുഹറിന് ശേഷം നമ്മളെ പള്ളിയിൽ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.